രമേ ശരണം ശ്രീ ചോറ്റാനിക്കരമേ ശരണം ശ്രീ ചോറ്റാനിക്കരമേ ശരണം. വാഗർത്തായുവ സംപൃക്തൗ വാഗർത്ത പ്രതിപത്തയ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. ബഹുമാനപ്പെട്ടും ഭക്തന്മാരുമായിരിക്കുന്ന ഈ ഭാഗവത സത്രത്തിൻ്റെ എല്ലാ ഭക്തന്മാർക്കും പ്രത്യേകിച്ച് നമസ്കാരം. സംഘാടകർക്കും അതേപോലെ തന്നെ ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നതായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു നമസ്കാരം. ഭാഗവത സത്രം എന്ന് പറയുമ്പോൾ ഭാഗവത സത്രത്തിലൂടെ ഭാഗവതത്തെ വിചിന്തനം ചെയ്യലാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ആദ്യം ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമൊന്ന് പോകേണ്ടത്. അപ്പോൾ ഭകാരം എന്ന് വെച്ചാൽ ഭക്തിവർദ്ധനം എന്നാണ് പറയാം. ഭകാരോ ഭക്തിവർദ്ധന എന്ന് പറയും. ഭകാരം കൊണ്ട് ഭക്തി വർദ്ധിക്കണം, അതാണ് ഒന്നാമത്തെ അക്ഷരം നമ്മളെ പഠിപ്പിക്കുക. രണ്ടാമത് ഗകാരമാണ്. ഗകാരം എന്താണ്? ഗകാരോ ഗർവവർജനം എന്നാണ്, അഹങ്കാരത്തെ ഇല്ലാതാക്കുക. അപ്പോൾ ഭക്തി വർദ്ധിക്കണം, അഹങ്കാരം ഇല്ലാതിരിക്കണം എന്നാണ് പറയാം. വിനയാന്വിതനാകണം എന്നാണ് പറയാം. ഗകാരോ ഗർവവർജനം. അപ്പോൾ വകാരം എന്താ എന്ന് ചോദിച്ചാലാണ് വാക്യവിജ്ഞാനം എന്ന് പറയും. എന്താ വാക്യം എന്ന് വെച്ചാൽ മഹാവാക്യം. ഭാരതീയ സംസ്കാരത്തിൻ്റെ, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ 4 ദ ഗ്രേറ്റ് പില്ലേഴ്സ് ഓഫ് അവർ കൾച്ചർ എന്നാണ് പറയാം. ആ 4 നമ്മുടെ സംസ്കാരത്തിൻ്റെ 4 നെടുന്തൂണുകളാണ് 4 മഹാവാക്യങ്ങൾ. വേദങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന മഹാവാക്യങ്ങൾ. ഒന്ന് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. 4 വേദങ്ങളിൽ നിന്ന് വന്നതാണ് ഈ 4 മഹാവാക്യങ്ങൾ. അത് വാക്യങ്ങളായിട്ട് കാര്യമില്ല, അതിനെ വിജ്ഞാനം വേണമെന്നാണ്. അപ്പോൾ ജ്ഞാനം പോരാ, വിജ്ഞാനം വേണമെന്ന്. അപ്പോൾ എന്താ വിജ്ഞാനം? വിശേഷജ്ഞാനം എന്നാണ് പറയുന്നത്. വിശേഷജ്ഞാനം എങ്ങനെ കിട്ടും? ജ്ഞാനം നമുക്ക് പുസ്തകം വായിച്ചാൽ കിട്ടും. വിശേഷജ്ഞാനം കിട്ടണമെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് കിട്ടണമെന്നാണ്. അപ്പോൾ ഗുരുമുഖത്തിൽ നിന്ന് അനുഭവ സമ്പന്നമായിരിക്കുന്ന ഒരു ഗുരുവനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലാണത് വിജ്ഞാനമായിട്ട് മാറുക. അതാണ് വകാരം, വാക്യവിജ്ഞാനം. പിന്നെ തകാരം എന്താ? തത്വദർശനം. അപ്പോൾ തത്വത്തെ, അതായത് ഈശ്വരത്വത്തെ, ഈശ്വരനെ നമുക്ക് ദർശിക്കാൻ സാധിക്കണം. കണ്ടാൽ പോരാ, ഈശ്വരനെ കാണുന്നില്ല, ഈശ്വരനെ ദർശനമാണ്. എവിടെ? നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ 4 അക്ഷരത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ ഭാഗവതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭാഗവതം പഠിച്ചാൽ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എടുത്തു പറയുന്ന കാര്യം എന്താണ്? അപ്പോൾ ഛിദ്യന്തേ ഹൃദയഗ്രന്ഥി ക്ഷിയന്തേ സർവസംശയാഹ. അതാണ് ഒറ്റ വാക്കി പറയും. ഛിദ്യന്തേ ഹൃദയഗ്രന്ഥി. ഹൃദയഗ്രന്ഥി തകരുക എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഗ്രന്ഥികളൊക്കെ പൊട്ടുക എന്നർത്ഥമില്ല, അത് സാമാന്യ അർത്ഥത്തിൽ പറയുന്നതാണ്. നമ്മുടെ കർമ്മവാസനകൾ, അതാണ് ഹൃദയഗ്രന്ഥി എന്ന് വെച്ചാൽ. നമ്മൾ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന വാസനകൾ ഇല്ലാതാകും. നമ്മളെത്രയോ ജന്മങ്ങളിൽ കള്ളനായിട്ട് നടന്നിട്ടുണ്ടാവും, കൊള്ളക്കാരനായിട്ട് നടന്നിട്ടുണ്ടാവും, ലംബടനായിട്ട് നടന്നിട്ടുണ്ടാവും, മദ്യപാനിയായിട്ട് നടന്നിട്ടുണ്ടാവും. അതൊക്കെ കർമ്മവാസനകൾ നമ്മുടെ മേലെ ഇങ്ങനെ കയറി വരുന്നതാണ്. അതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും ഓരോ ജന്മത്തിലും. അതെല്ലാം ക്ഷീയന്തേ, എല്ലാം ക്ഷയിച്ചില്ലാതെയായിട്ട് തീരും. അതാണ് ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ നേരെ കർമ്മവാസനകളൊക്കെ ഇല്ലാതാകും. നാമം കേട്ട് കഴിഞ്ഞാലും കർമ്മവാസനകൾ ഇല്ലാതാകുന്നതാണ്. രാമനാമം കേട്ടപ്പോൾ കാട്ടാളൻ്റെ കർമ്മവാസനകളൊക്കെ തീർന്ന് നേരെ സാക്ഷാൽ വാത്മീകിയായിട്ട് മാറിയതുപോലെ അതാണ് നേരെ ക്ഷീയന്തേ എന്നാണ്. അപ്പോൾ നേരെ ഛിദ്യന്തേ അപ്പോൾ നേരെ ഛിദ്യന്തേ സർവസംശയാഹ, ഛിദ്യന്തേ ഹൃദയഗ്രന്ഥി, ക്ഷീയന്തേ സർവസംശയാഹ. എല്ലാ സംശയവും നമ്മുടെ നീങ്ങുന്നതാണ് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്നാണ് പറയുക. ഭാഗവതം കേട്ടാൽ കർമ്മവാസനകളെല്ലാം ഇല്ലാതാകും, നമ്മുടെ സംശയങ്ങളില്ലാതായിട്ട് തീരും. സംശയമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പല കർമ്മങ്ങളും ചെയ്യാത്തത്. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പലരും തെറ്റിദ്ധാരണകളുടെ പുറത്തൊക്കെ ഇങ്ങനെ പലരും ചെയ്യും. വിളക്ക് അങ്ങോട്ട് തിരിഞ്ഞ് കത്തിക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞ് കത്തിക്കണം, എങ്ങനെയല്ലേ ചോദിക്കും. പല ചോദ്യങ്ങളാണ് ചോദിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞ് വേണം, അത് വടക്കോട്ട് തിരിഞ്ഞ് വേണം,
അപ്പം ഇങ്ങനെ ചോദ്യങ്ങളുടെ സംശയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ അതൊക്കെ അജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അജ്ഞാനങ്ങളൊക്കെ നീങ്ങുന്നതാണ്. കാരണം എന്താണ്? ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളെയും നീക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നേരെ ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ജ്ഞാനമാണ് ഭാഗവതം. ഇത് ശുദ്ധജ്ഞാനമാണെന്നാണ്. ഭാഗവതം വെച്ചാൽ ശുദ്ധജ്ഞാനം, ശുദ്ധ തത്വജ്ഞാനം എന്ന് പറയും. അപ്പോൾ ശുദ്ധ തത്വജ്ഞാനം സാഖ്യത്തെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുക. കപിലമുനി പറഞ്ഞതായ സാഖ്യം വെച്ചാൽ ശുദ്ധ തത്വജ്ഞാനം സാഖ്യം ഇത് പ്രകീർത്തിതേ എന്നാണ് പറയുന്നത്. ശുദ്ധമായ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾക്ക് പലപ്പോഴും സംശയങ്ങൾ ഇങ്ങനെ വരുന്നത്. പറഞ്ഞാലും സംശയങ്ങൾ തീരില്ല. അപ്പോൾ ആ സംശയങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോഴാണ് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ട് തന്നെയാണ്. ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതാണ് അയേനവാച മത്സ്യേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ കുലേ സ്വഭാവൻ കരോമീദ്യൻ സകലം തസ്മൈ നാരായണായേരി സമർപ്പയേത്തൽ എന്ന് കവി ഹരി അന്തരീക്ഷൻ തുടങ്ങിയിരിക്കുന്ന നവയോഗികൾ പറഞ്ഞതായിട്ട് ഏകാദശി പറയാം. നവയോഗികളുടെ ഉപദേശത്തിൻ്റെ ഭാഗമാണ്. ഭഗവാന്റെ അവതാരങ്ങളുടെ നാനാവതാരങ്ങളുണ്ട്. അപ്പോൾ അവതാരങ്ങളുടെ ഒരു സംഗ്രഹമാണ് നേരെ പറഞ്ഞിരിക്കുന്ന മൂന്നാം അതിന് പറയാം. അപ്പം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഗവതം നേരെ ചുരുക്കി പറയുക, വിസ്തരിച്ച് പറയുക, വീണ്ടും ചുരുക്കി പറയുക. അത് നേരെ നല്ലതായിരിക്കുന്ന ഒരു വക്താവിന് മാത്രമേ സാധിക്കുള്ളൂ. വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഭാഗവതത്തിലാണ്. അപ്പം അതുകൊണ്ടാണ് ഭാഗവതം നേരെ ആരംഭിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും നേരെ ആദ്യം സംഗ്രഹിച്ചങ്ങോട്ട് പറഞ്ഞു. പിന്നെ ഓരോരോ അവതാരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞ് കൃഷ്ണാവതാരം വളരെ വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞ ശേഷം പിന്നീട് ഇതെല്ലാം തന്നെ സംഗ്രഹിച്ചിട്ട് ഒരൊറ്റ അധ്യായത്തിൽ ഒതുക്കിയെന്നാണ്. 12-ാം അധ്യായത്തിൽ 12-ാധ്യായത്തിൽ ഇതെല്ലാം ഒരുക്കി അങ്ങോട്ട് കൊതുക്കി അങ്ങോട്ട് വെച്ചു. അതാണ് നല്ല വക്താവിൻ്റെ ലക്ഷണം എന്നാണ്. വിസ്തരിച്ച് പറയാനും കഴിയണം, ചുരുക്കി പറയാനും കഴിയണം. അതാണ് നേരെ ഭാഗവതത്തിലെ ആ വക്താവായിരിക്കുന്ന സൂതൻ ചെയ്തതും. അപ്പോൾ അതാണ് സൂതൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സൂതൻ നൈമിഷാരണ്യത്തിൽ വന്നപ്പോൾ പപ്രച്ചുരിതമാതരാതെന്ന് പറയാൻ കാരണം. അപ്പോൾ പുരാണകഥകളാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ്? പുരാണകഥകളിൽ ഭഗവത് കഥകൾക്ക് പ്രത്യേകതയുണ്ട് എന്നാണ് പറയാം. അപ്പോൾ ആ സമയത്താണ് ചോദിച്ചത്, ഭഗവാൻ വിവിധങ്ങളായിരിക്കുന്ന അവതാരങ്ങൾ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നൈമിഷാരണ്യത്തിലിരിക്കുന്നതായിരിക്കുന്ന മഹർഷിമാർ, നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ നേരെ ഉത്തരഭാരതത്തിലുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ് നൈമിഷാരണ്യത്തിൽ പോയിട്ട് ആളുകൾ ഭാഗവതം വായിക്കാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടനത്തിൽ പോയിട്ട് അത് കണ്ട സാധനങ്ങളെ ഓർമ്മയുള്ളൂ. നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നേമിശീരണമായ സ്ഥലമാണ്. നേമി വെച്ചാൽ ചക്രം. അപ്പോൾ ബ്രഹ്മദേവൻ കൊടുത്തതായിരിക്കുന്ന ചക്രം, അങ്ങനെയാണ് വായുപുരാണം പറയാം. ഇപ്പോൾ ബ്രഹ്മദേവൻ നേരെ എടുത്തു കൊടുത്തതായിരിക്കുന്ന ചക്രം മനസ്സിൻ്റെ ചക്രമാണ്, മനോമയമായ ചക്രമാണ്. അത് ഉരുട്ടിപ്പോകുമ്പോൾ അത് പൊടിഞ്ഞു പോയി ശീർണമായി പോയി. ആ സ്ഥലമാണ് നൈമിഷാരണ്യം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സ് ഒരു ചക്രം മാതിരിയാണല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ചക്രമാണ്. അപ്പോൾ നമ്മൾ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ തോന്നലല്ല നാളത്തെ തോന്നൽ, അങ്ങനെ നമ്മുടെ മനസ്സാകുന്ന ചക്രം ഇങ്ങനെ ഉരുണ്ട് പോകും. ആ ചക്രത്തിൻ്റെ ആ ഉരുൾച്ച നിൽക്കണമെന്നാണ്. ചക്രത്തിൻ്റെ ഉരുൾച്ച നിൽക്കണം, അതങ്ങനെ സ്റ്റക്കായി നിൽക്കണം, പിന്നെ അതങ്ങോട്ട് പൊടിഞ്ഞു പോകണം. അതിൻ്റെ അർത്ഥം മനസ്സ് സ്വസ്ഥമായിട്ട് തീരണം, മനസ്സ് നേരെ അവിടെ ചലിക്കാതെ ഇരിക്കണം, ഒന്നിൽ തന്നെ ഇരിക്കണം. അതാണ് മനസ്സിനെ ഏകാഗ്രമാക്കി ഇരുത്താൻ സാധിച്ചാൽ ആ സ്ഥലമാണ് നൈമിഷാരണ്യം എന്ന് പറയാം. അപ്പോൾ നൈമിഷാരണ്യത്തിന് നമ്മൾ ഉത്തരഭാരതത്തിൽ പോകണമെന്നില്ല. നമ്മുടെ വീടും നൈമിഷാരണ്യമാണ്, നമ്മുടെ ഈ സത്രസ്ഥലം നൈമിഷാരണ്യമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ ഇത് നൈമിഷാരണ്യമാണ് എന്ന് കണക്കാക്കണം. അതാണ് നൈമിഷാരണ്യം എന്ന് പറയാൻ കാരണം. നമ്മുടെ മനസ്സ് ഇവിടെ ഉറപ്പിക്കണം, മനസ്സ് അങ്ങോട്ടും പോകരുത് ഇങ്ങോട്ടും പോകരുതെന്നാണ്.
അപ്പം മനസ്സ് നിൻ്റെ ഉരുൾച്ച, നേരെ മനസ്സാകുന്ന ചക്രം ശീരണമായ സ്ഥലം, പൊടിഞ്ഞ സ്ഥലം, അതാണ് നൈമിഷാരണ്യം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നേരെ നൈമിഷാരണ്യത്തിലെത്തിയപ്പോൾ അവിടെ സൂതൻ വന്നു, അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ട് നേരെ ആദരവോടെ ചോദിച്ചതാണ്, ഭഗവാൻ ധാരാളം അവതാരങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞല്ലോ, നിരവധി അവതാരങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോൾ എന്തിനാണ് ഭഗവാൻ അവതാരങ്ങൾ എടുത്തത്, അതൊന്ന് ആദ്യമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അവതാരങ്ങൾ എടുക്കുന്നത്? ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത് നേരെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇറങ്ങി വരിക എന്നാണ്. അവതാരം, താഴത്തേക്ക് ഇറങ്ങി വരും. നക്ഷത്രങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഭഗവാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു, ഒരു കർമ്മം ചെയ്തു, പിന്നെ അപ്രത്യക്ഷനായിട്ട് അങ്ങോട്ട് തീർന്നു. അപ്പം അതുകൊണ്ട് നേരെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഈശ്വര സാന്നിധ്യം നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കർമാനുഷ്ഠാനത്തിന് ശേഷം തിരിച്ച് ഈ ലോകത്ത് നിന്ന് ഭഗവാനിലേക്ക് തിരിച്ചു ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള നാനാ സൃഷ്ടികൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ അവതാരങ്ങൾ മുഴുവൻ തന്നെ എന്തിനാണ്? അവതാരങ്ങളെല്ലാം തന്നെ നേരെ മനുഷ്യരാശിയിൽ രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ്. അപ്പോൾ എന്താണ് ധർമ്മം? ധാരയതീതി ധർമ്മ എന്നാണ് പറയല്ലോ. അപ്പോൾ ധാരയതീതി ധർമ്മ, അപ്പോൾ ഈ ലോകത്തിൽ നേരെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം. അതാണ് നേരെ ആ ധാരയതി. അപ്പോൾ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ കാണാൻ സാധിക്കണം. അപ്പോൾ പരസ്പരം സ്നേഹം സമാധാനത്തോടു കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ എന്താണോ വേണ്ടത് അതിൻ്റെ പേരാണ് ധർമ്മം എന്ന് പറയാം. അപ്പോൾ ആ ധർമ്മം സംരക്ഷിക്കാനാണ് ഭഗവാൻ അവതാരം എടുത്തതെന്നാണ്. അപ്പോൾ ഭൂമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാം തന്നെ, ഭൂമണ്ഡലം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഭൂമണ്ഡലം എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലുള്ളതായിരിക്കുന്ന അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളിൽ ഉണ്ടാകുന്നതായിരിക്കും ചെറിയ ആൾട്ടറേഷൻസ് ഉണ്ട്, ചിലതായിരിക്കുന്ന മാറ്റങ്ങൾ വരും. അപ്പം മാറ്റത്തെ നിയന്ത്രിക്കാനായിട്ട് ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തിയാണ് ഭഗവാൻ നേരെ ഇറങ്ങി വരുന്നതായിരിക്കുന്ന ശക്തി എന്ന് പറയും. അതിനാണ് അവതാരം എന്ന് പറയാം. അതാണ് അവതാരാഹി അനേകശഃ എന്ന് പറയും. അനേകം അവതാരങ്ങളുണ്ട്. അപ്പോൾ ഒരവതാരം മാത്രമാണ്, 10 അവതാരം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ 10 അവതാരം എന്ന് പറയും. അത് നേരെ വൈവസ്വത മന്വന്തരത്തിൽ ഉണ്ടായ അവതാരം 10 അവതാരം. അതാണ് പലരും സംശയങ്ങൾ ചോദിക്കുമ്പോൾ, അവതാരങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ആദ്യകാലം മുതലേ പലരും ചോദിക്കുന്ന സംശയം എന്താണ്? നേരെ ഞങ്ങളൊക്കെ പഠിച്ചത് നേരെ കൂർമ്മവരാഹം എന്നാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയാം, ഭഗവാന്റെ 10 അവതാരങ്ങൾ മത്സ്യകൂർമ്മവരാഹം. അപ്പോൾ ആദ്യത്തെ അവതാരം മത്സ്യാവതാരം അല്ലേ എന്ന് ചോദിക്കും ചില ആൾക്കാർ. എന്നിട്ട് ഭാഗവതത്തിൽ എന്താ ആദ്യത്തെ അവതാരം വരാഹാവതാരമായത്? അങ്ങനെ ചോദിക്കുന്ന നിരവധി ആൾക്കാരുടെ കുറേ പേർക്ക് ഉത്തരം പറഞ്ഞാൽ എന്നാലും മനസ്സിലാവില്ല. പിന്നെ ചോദിക്കും, അപ്പോൾ മത്സ്യാവതാരം, മത്സ്യം തൊട്ട് കൂട്ടണം എന്നാണല്ലോ, മത്സ്യാവതാരമാണ് 1ാമത്തെ അവതാരം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൽ എൻ്റെ വരാഹാവതാരം ആദ്യം പറഞ്ഞത് മത്സ്യാവതാരം പിന്നെ 9ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനമാണ് പറയണത്, അല്ല 8ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനമാണ് പറയുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, ഭഗവാൻ അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ അവതരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൽ ധർമ്മം ക്ഷയിക്കുമ്പോൾ ധർമ്മത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ, അത് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധർമ്മസംസ്ഥാപനാർത്ഥായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ, ധർമ്മത്തെ രക്ഷിക്കാൻ ഞാൻ ഓരോ അവതാരങ്ങൾ എടുക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നേരെ ഭാഗവതത്തിൽ വരാഹാവതാരം പറയുമ്പോൾ നേരെ ഭാഗവതം ആരംഭിക്കേണ്ടത് സ്വയംഭൂ മന്വന്തരത്തിലാണ്. സ്വയംഭൂ മന്വന്തരം വെച്ചാൽ 1ാമത്തെ മന്വന്തരമാണ്. വൈവസ്വത മന്വന്തരം വെച്ചാൽ 7ാമത്തെ മന്വന്തരമാണ്. 1ാമത്തെ മന്വന്തരത്തിൽ സംഭവിച്ചതല്ലല്ലോ 7ാമത്തെ മന്വന്തരത്തിൽ സംഭവിക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്രയോ കാലം കടന്നുപോയി നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതേപോലെയല്ലല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. കാലം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സംഭവങ്ങൾക്ക് മാറ്റം വരും. അതുകൊണ്ടാണ് 1ാമത്തെ മന്വന്തരമായിരിക്കുന്ന സ്വയംഭൂ മന്വന്തരത്തിൽ സംഭവിച്ച പോലെയല്ല 7ാമത്തെ മന്വന്തരത്തിൽ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് 1ാമത്തെ മന്വന്തരത്തിലാണ് നേരെ സംഭവിച്ചതെന്താണ്? 1ാമത്തെ മന്വന്തരത്തിൽ ഭൂമി വെള്ളത്തിലേക്ക് താണ്ടുപോയി എന്നാണ്. അപ്പോഴാണ് ഭഗവാൻ വരാഹ അവതാരം എടുത്തത്. അപ്പോൾ അതാണ് വരാഹ അവതാരം ഭാഗവതത്തിൽ ആദ്യം പറയാൻ കാരണം. അപ്പോൾ അതിന് മുമ്പ് അവതാരം ഉണ്ടായിട്ടില്ലെന്ന് വെച്ചാൽ അവതാരം ഉണ്ടായിട്ടുണ്ട്. അതാണ് ജഗർഹേ പൗരുഷം രൂപം
ആ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ജഗൃഹേ പൗരുഷം രൂപം. ആദ്യമായിട്ട് ഭഗവാൻ എന്താ അവതാരം എടുത്ത് ഏതാ അവതരിച്ചത്? പൗരുഷം രൂപം, മഹാപുരുഷനായിട്ട് വിരാട് പുരുഷനായിട്ട് അവതരിച്ചു എന്നാണ്. അത് വിരാട് പുരുഷാവതാരമായിരുന്നു. കാരണം ഈ ഭൂമണ്ഡലത്തിന് നേരെ ശക്തി പകരാനായിട്ട് ഭഗവാൻ വിരാട് പുരുഷനായിട്ട് നേരെ അവതരിച്ചു എന്നാണ്, മഹാപുരുഷനായിട്ട് അവതരിച്ചു. അതാണ് 1-ാമത്തെ അവതാരമായിട്ട് കണക്ക് കൂട്ടുക. എണ്ണം പറയുമ്പോൾ അത് 1-ാമത്തെ അവതാരമാണ്. പക്ഷെ അത് പ്രത്യേകിച്ച് കർമ്മമൊന്നും ചെയ്തില്ല. കാരണം ലോകപ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് വിരാട് പുരുഷനായിട്ട് ഭഗവാന്റെ വിരാട് പുരുഷനിൽ നിന്നാണ് നേരെ ഓരോ വസ്തുക്കളുണ്ടാകുന്നത്. കാരണം അത് പുരുഷ സൂക്തത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുരുഷ സൂക്തത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിരിക്കുന്ന സൃഷ്ടിവികാസങ്ങളൊക്കെ ചെയ്യാൻ മഹാപുരുഷനായിട്ട് വിരാട് പുരുഷനായിട്ടാണ് 1-ാമതായിട്ട് അവതരിച്ചതെന്നാണ്. അതാണ് ജഗൃഹേ പൗരുഷൻ രൂപം ഭഗവാൻ മഹദാദിവി സംഭൂതം ഷോഡശകലോ ആദോ ലോകശുശ്രൂഷയാ. ലോകത്തിൻ്റെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാപുരുഷ അവതാരം നേരെ ഭഗവാൻ എടുത്തതെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് നേരെ അവതാരങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് ബ്രഹ്മദേവനെ കൊണ്ടുവരണം. അപ്പോൾ ആ സമയത്താണ് ബ്രഹ്മദേവനെ കൊണ്ടുവരാൻ എന്ത് ചെയ്തു? നേരെ യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് വെച്ച താമര, അതാണ് ഈ ലോകം എന്ന് പറഞ്ഞത്. യോഗനിദ്രയിലുള്ളതായിരിക്കുന്ന ആ ഭഗവാന്റെ പൊക്കിളിൽ നിന്ന്, നാഭി എന്ന് വെച്ചാൽ പൊക്കിൾ, ആ പൊക്കിളിൽ നിന്ന് ഇങ്ങനെ വന്നതായിരിക്കുന്ന ഒരു താമര, അതാണ് ലോകമെന്ന് വിശേഷിപ്പിക്കുക. അതിലാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആദ്യ സൃഷ്ടികളൊക്കെ തന്നെ അങ്ങനെയാണ് ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തെ എടുത്ത് അവതരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ അങ്ങനെ വരാൻ കാരണം? യോഗനിദ്രയിൽ ഭഗവാൻ കിടക്കുമ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് നേരെ ഒരു താമര മുളച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ചുറ്റുപാടുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്തിൽ ആദ്യമുണ്ടായത് ജലമാണെന്നാണ് പറയുന്നത്. ജലമാണ്, അതാണ് ആപസൃഷ്ട്യാജിതന്യ എന്ന് പറയും. ആപസൃഷ്ട്യാദിജന്യ, സൃഷ്ടിയുടെ ആദ്യത്തിൽ ആപ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജലമാണ് ആദ്യമുണ്ടായിരുന്ന വസ്തു. അതിൽ ഭഗവാൻ ഇങ്ങനെ ശയിച്ചു എന്നാണ്, യോഗനിദ്രയിൽ ശയിച്ചു. അപ്പോൾ ആ സമയത്താണ് നേരെ നാഭിയിൽ നിന്ന് നേരെ ഒരു താമര മുളച്ചത് എന്നാണ്. അതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുകയെന്ന് വെച്ചാൽ ഭഗവാന്റെ ഈ കഥകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം ഭഗവാൻ ഇതിങ്ങനെ കിടക്കണ സമയത്ത് ആരാണ് ഭഗവാൻ? നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നാരായണൻ? നാരായണൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എവിടെയാണ്? നേരെ മറ്റേ ഏകാദശ സ്കന്ധത്തിൽ നവയോഗി സംവാദത്തിലാണ് പറയാം. നാരായണാഭിധാനസ്യ എന്ന് പറഞ്ഞിട്ട് നവയോഗി ഗീതയിൽ, നവയോഗി ഗീത അല്ലാണ് ഏകാദശത്തിലെ 1-ാമത്തെ ഗീതയാണ് നവയോഗി ഗീത. അപ്പോൾ നവയോഗി ഗീതയിലാണ് ആദ്യം പറയാം നാരായണാഭിധാനസ്യ. നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രത്യേകിച്ചൊരു വ്യക്തിയല്ല എന്നാണ്, അതൊരു എനർജിയാണ്. നാരായണൻ എന്നുള്ളത് ഒരു എനർജിയാണ്. അത് കോസ്മിക് എനർജിയാകാം, എന്ത് എനർജിയാകാം. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളതായിരിക്കുന്ന എനർജിയാണ്. ആ ഊർജം, എനർജിക്ക് മലയാളം ഊർജ്ജമാണ്. അപ്പോൾ ആ ഊർജം പ്രപഞ്ചോർജം എന്ന് പറയാം. പ്രപഞ്ചോർജത്തിന് നാശമില്ല, അതേപോലെ ഉണ്ടാകുന്നുമില്ല, അത് നശിക്കുന്നില്ല. അതാണല്ലോ ഇപ്പം ആധുനിക കാലത്ത് സ്കൂളിലൊക്കെ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താ പറയുക? അത് നേരെ ഐസക് ന്യൂട്ടൻ്റെ തിയറിയാണെന്ന് പറയും. എനർജി നീദർ ബി ക്രിയേറ്റഡ് നോർ ടു ബി ഡിസ്ട്രോയിഡ് എന്നാണ് നേരെ ഐസക് ന്യൂട്ടൻ്റെ ആ ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നതാണ് സംഗതി. അപ്പോൾ അത് ആ എനർജിയാണ്, ആ ഊർജ്ജമാണ് ഭാഗവത്തിൽ ആദ്യമേ പറയണത്. അപ്പോൾ ആ ഊർജം, പ്രപഞ്ച ഊർജം എന്ത് ചെയ്തു? നെടുനീളത്തിൽ അങ്ങനെ ശയിച്ചു എന്നാണ്. പ്രപഞ്ചോർജത്തിന് ഇങ്ങനെ ശയിച്ചില്ല, കാരണം വെള്ളമായതുകൊണ്ട് നേരെ നെടുനീളത്തിൽ ശയിച്ചു എന്നാണ്. അപ്പോൾ ആ നെടുനീളത്തിൽ ശയിച്ചതായിരിക്കുന്ന പ്രപഞ്ചോർജം അതാണ് നാരായണൻ. അപ്പോൾ അതിന് രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല, അത് പ്രപഞ്ച ഊർജമാണ് നാരായണനാണ്. അതുകൊണ്ടാണ് നാരായണൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അത് പ്രപഞ്ച ഊർജമാണ് എന്നെടുത്ത് പറയാൻ കാരണം. ആ പ്രപഞ്ച ഊർജത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ആ എനർജിയുടെ ഒരു പ്രസ്ഫുരണമാണ്, അതിൻ്റെ ഒരു ആ പുറത്തേക്ക് വന്നതായിരിക്കുന്നൊരു ഭാഗമാണ്, പ്രസ്ഫുരണമാണ്. ആ പ്രസ്ഫുരണം വന്നിട്ട് എന്ത് ചെയ്തു? അതങ്ങനെ ഒരു കുട പോലെ, ഇങ്ങനെ മലർന്ന് കിടക്കുന്ന കുട പോലെ ഇങ്ങനെ നിന്നു എന്നാണ്. അതാണ് താമര. നമ്മളിപ്പോൾ ഒരു ഫൗണ്ടനിൽ കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വിടരും. അപ്പം അതേപോലെയാണ് ആ പ്രപഞ്ച ഊർജത്തിൻ്റെ മധ്യഭാഗത്ത് വന്നതായിരിക്കുന്ന ഊർജം, ആ ഊർജ തരംഗങ്ങൾ മുകളിലേക്ക് വന്നപ്പോൾ അത് നേരെ ഒരു താമരയുടെ രൂപത്തെ പ്രാപിച്ചു. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്ന ലോകം. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒപ്പം തന്നെ വന്നതാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ എന്നാണ്. അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ
നമ്മൾ ഇതിനെന്താ വിളിക്കുക? സ്വയംഭൂ എന്നാണ് പറയാം. സ്വയംഭൂവാണ്, സൃഷ്ടിച്ചതല്ല. അതിൽ നിന്നിങ്ങനെ സ്വയമായിട്ട് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ആ സാക്ഷാൽ സ്വയംഭൂ ആയിരിക്കുന്ന ബ്രഹ്മദേവൻ എന്നാണ്. സ്വയംഭൂവിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് സ്വയംഭുവൻ എന്ന മനുവിന് പേര് കിട്ടിയത്. അപ്പോൾ അതാണ് സ്വയംഭൂ. അപ്പോൾ അവിടെ മുതലാണ് സൃഷ്ടി ആരംഭിക്കുന്നത്, ഭഗവാന്റെ സൃഷ്ടികൾ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് നേരെ ബ്രഹ്മദേവനാണ് പിന്നീട് സൃഷ്ടികളുടെ തുടക്കം അങ്ങോട്ട് കുറിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് നേരെ ഭഗവാന്റേതായിരിക്കുന്ന ആ രൂപം അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ബ്രഹ്മദേവനിൽ നിന്ന് ഇങ്ങനെ സൃഷ്ടിയൊക്കെ ഉണ്ടായി. അപ്പോൾ വിരാട് പുരുഷനിൽ നിന്ന് ഓരോരോ അവയവങ്ങളൊക്കെ ഉണ്ടായ ശേഷം പറഞ്ഞു, അതിൽ നിന്ന് നേരെ ബ്രഹ്മദേവനിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ സൃഷ്ടി ഏതാണ്? അത് നേരെ ഇതെല്ലാം അവതാരങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ളതായിരുന്ന പ്രാഥമികമായ സൃഷ്ടിയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ അവതാരം ബ്രഹ്മദേവനാണെന്ന് വെച്ചാൽ അല്ല, കാരണം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ സൃഷ്ടിക്കാനുള്ളതായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരിക്കലാണ് ഭഗവാൻ ആദ്യമായിട്ട് ചെയ്തത്. അതാണ് ബ്രഹ്മദേവനെ അങ്ങോട്ട് സൃഷ്ടിച്ചു. പിന്നീടാണ് സൃഷ്ടികൾ ആരംഭിച്ചതെന്ന്. അതാണ് നേരെ പ്രഥമം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആദ്യം തന്നെ സയേവ പ്രഥമം കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മചര്യമഖണ്ഡിതം എന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് സനകാദികളായിരിക്കുന്ന അതാണ് സനൽകുമാരൻ, സനകൻ, സനാതൻ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായതാരാണ്? നേരെ കുമാരം എന്ന് വെച്ചാൽ സനൽകുമാരാദികൾ 4 പേര്. എന്തിനാണ് അവരെ സൃഷ്ടിച്ചത് എന്നാണ്. കാരണം ഭഗവാൻ ഒരു കാര്യം സൃഷ്ടിക്കുമ്പോൾ അതിനൊരു തത്വം ഉണ്ടെന്നാണ്. വെറുതെ അങ്ങനെ സൃഷ്ടിക്കാറില്ല. അപ്പോൾ സാധാരണഗതിയിൽ വെറുതെ ആരും സൃഷ്ടിക്കാറില്ല. ആ സൃഷ്ടിക്കുന്നതിന് നേരെ എന്ത് വേണം? അതൊരു തത്വമുണ്ട്, അതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പർപ്പസ് ഓറിയൻറ്റഡ് ആണ് ഭഗവാന്റേതൊക്കെ എന്ന് പറയും. പർപ്പസ് ഓറിയൻറ്റഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പർപ്പസ് ഓറിയൻറ്റഡ് ആണ് എന്ന് എടുത്ത് പറയാൻ സാധിക്കും. എന്താ പർപ്പസ് ഓറിയൻറ്റഡ്? എന്താ പർപ്പസ്? നേരെ ബ്രഹ്മചര്യമഖണ്ഡിതം എന്നാണ്. ബ്രഹ്മചര്യം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ് കുമാരന്മാരുണ്ടായത്, സനൽകുമാരാദികളുണ്ടായതെന്നാണ്. കാരണം ബ്രഹ്മചര്യത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ചിട്ട് പറയാൻ സാധിക്കില്ല, എത്രയോ പറഞ്ഞാലും തീരില്ല. അതത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ബ്രഹ്മചര്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മചര്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. കാരണം പറഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെ മനസ്സിലാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വീണ്ടും വീണ്ടും സംശയങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ സനൽകുമാരന്മാരുടെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നേരെ അത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയായിരിക്കണം ബ്രഹ്മചര്യം എന്ന് നേരെ അതാണ് സനകാദികളെ നേരെ ബ്രഹ്മചര്യം പഠിപ്പിക്കാൻ, ബ്രഹ്മചര്യ ലോകത്തെ പഠിപ്പിക്കാനാണ് അവതരിച്ചതെന്നാണ്. പിന്നീട് രണ്ടാമതായിട്ട് എന്ത് ചെയ്തു? പിന്നീടാണ് നേരെ ഭഗവാന്റെ അവതാര സൃഷ്ടികളായിരിക്കുന്ന ആ രണ്ടാമത്തെ അവതാരം വന്നു. ദ്വിതീയം തു രണ്ടാമതായിട്ട് എന്താണ്? രസാതല മഹിമഹീന. രസാതലത്തിലേക്ക് ഭൂമി അങ്ങനെ താഴ്ന്നു പോയിന്ന. അപ്പോൾ രസാതലത്തിലേക്ക് ഭൂമി വെള്ളത്തിലേക്ക് കണ്ടുപോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിക്കാൻ എന്ത് ചെയ്തു? ആ സമയത്താണ് സൗകരം രൂപം, ആ സാക്ഷാൽ വരാഹത്തിൻ്റെ രൂപം എടുത്തതെന്നാണ്. അപ്പോൾ വരാഹത്തിൻ്റെ രൂപം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അപ്പോൾ സൗകരം ബബു അതെടുത്തെന്തിനാണ്? ഉദ്ധരിഷന്നുപാദത്ത. അപ്പോൾ യജ്ഞേശ സൗകരം ബബു എന്നാണ്. യജ്ഞം നടക്കാൻ ഭൂമി വേണം, ആ ഭൂമി വെള്ളത്തിലേക്ക് താണുപോയി. അപ്പോൾ ഭൂമി ശുദ്ധമാക്കി എടുക്കണം. അതിനാണ് നേരെ ഭഗവാൻ സൗകര്യരൂപിയായിട്ട് വരാഹമൂർത്തിയായിട്ട് അവതരിച്ചതെന്നാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, അപ്പോൾ ഈ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ നീചമായിരിക്കുന്ന ഒരു അവതാരം എടുത്തത്? ഭഗവാന്റെ അവതാരങ്ങൾ സാധാരണ 3 തരത്തിലാണല്ലോ പറയാം. ഒന്ന് തിര്യക്കവതാരം, മനുഷ്യാവതാരം, ദേവാവതാരം, അങ്ങനെയാണ് പറയാം. ഭഗവാന്റെ 3 അവതാരങ്ങൾ. അപ്പോൾ തിര്യക്കവതാരമാണത്. അപ്പോൾ അതിൽ വരാഹത്തിൻ്റെ ഭക്ഷണം എന്താണ്? മാലിന്യമാണ്. വരാഹത്തിൻ്റെ ഭക്ഷണമായ മാലിന്യം. ആ മാലിന്യം തിന്നുന്നതായിരിക്കുന്ന ജീവിയാണ് വരാഹം എന്ന ശുദ്ധമായ ഭാഷയെ പറയും. നാടൻ ഭാഷ വേറെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് വരാഹം എന്നതിനെ എടുത്ത് പറയണത്. അപ്പോൾ അതാണ് മാലിന്യമാണ് അതിൻ്റെ ഭക്ഷണം എന്നാണ്. കൂത്താട്ടുകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം അങ്ങനെ വളർത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. മാലിന്യമാണ് അവരുടെ ഭക്ഷണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതെന്തിനാണ് ഭഗവാൻ അങ്ങനെ ഒരു ജീവിയായിട്ട് എടുത്തതെന്നാണ്. കാരണം ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതായിരുന്നു. കാരണം ഭൂമി മലീമസമാകുന്നൊരു കാലഘട്ടമുണ്ട്. കാരണം ഭൂമിയിലെ മാലിന്യങ്ങൾ കൂമ്പാരം കൂടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ ഇപ്പോഴും നേരെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ഒരു കാലത്ത് നടക്കാത്തൊരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ എപ്പോഴും വന്നിട്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലിന്യം ലോകത്തിൽ വന്ന് നിൽക്കുമ്പോൾ മാലിന്യം നീക്കിയാലേ ഭൂമി ശുദ്ധമായിട്ട് തീരുള്ളൂ. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന ഭൂമി വേണം, കൃഷിക്ക് ഉപയുക്തമാകണം, ഭൂമി ശ്വസിക്കാൻ നല്ലതാകണം, നല്ല ശുദ്ധജലം കിട്ടണമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം വേണം. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം വേണ്ടി വരുന്നു. അപ്പോൾ ഭൂമി വെള്ളത്തിലേക്ക് ആണ്ടുപോയി എന്ന് പറയുമ്പോൾ അങ്ങനെ ഭൂമി എന്താ വെള്ളത്തിലേക്ക് ആണ്ടുപോയത്? ഭൂമിയിൽ തന്നെ വെള്ളമില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഭൂമിയിൽ വെള്ളമുണ്ട്, ഭൂമി വെള്ളത്തിലേക്ക് ആണ്ടുപോയിച്ചാൽ ഭൂമിയിൽ നേരെ മാലിന്യം വന്ന് നിറഞ്ഞു. അല്ലെങ്കിൽ നേരെ 88 വെള്ളപ്പൊക്കം മാറി, നേരെ 98 2018 വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അപ്പോൾ അതേപോലെ വെള്ളം അങ്ങോട്ട് പൊങ്ങിയെന്നാണ്. അതാണ് ചില സമയത്ത് ഒരു എന്താ പറയുക, ഒരു സാധാരണ ഇല്ലാത്തതൊരു ഫിനോമിനൻ ഉണ്ടായിരുന്നത്. അതാണ് ജലം പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നത്. അപ്പോൾ അതേപോലെ നേരെ ഭൂമി വെള്ളത്തിൽ നിന്ന് താഴ്ന്നു പോയി എന്ന് വെച്ചാൽ ഭൂമി മാലിന്യത്തിൽ അങ്ങനെ അധിഷ്ഠിതമായിട്ട് തീർന്നു. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ചു എന്ന് വേണം കണക്കാക്കാൻ. ഭഗവാന്റെ അവതാരങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കുകയാണെങ്കിലാണ് ഭാഗവതം പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു അവതാരം എടുത്തതാണ്. നേരെ സൗകര്യമായിരിക്കുന്ന സൂകരരൂപിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. അതാണ് രണ്ടാമത്തെ അവതാരം എന്നാണ് പറയുക. ഒന്നാമത്തത് ബ്രഹ്മചര്യം ആദ്യം പഠിക്കണം. കാരണം ബ്രഹ്മചര്യം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏത് കാര്യങ്ങളും നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരെ കാമക്രോധാദികളിൽ നിന്നും കാമാദി വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് നിയന്ത്രണം വേണമെങ്കിൽ ആദ്യം നമ്മൾ ഒന്നാമത്തെ അവതാരം കൊണ്ട് ഭഗവാൻ പഠിപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ അവതാരം കൊണ്ടാണ് ഭൂമി മലീമസമാക്കരുത്, ഭൂമിയെ ശുദ്ധമാക്കണം, അത് നേരെ വരാഹമൂർത്തിയായിട്ട് വന്ന് പഠിപ്പിച്ചിട്ട് ഭൂമിയെ ഭഗവാൻ ഉദ്ധരിച്ച് നേരെ കാണിച്ചങ്ങട് തന്നു എന്നാണ്. തൃതീയം ഋഷിസർഗം ജദേവർഷിത്വം വേത്യസ. മൂന്നാമതായിട്ട് എന്താണ്? ഋഷിസർഗം ഋഷി ആയിട്ട് നാരദനായിട്ട് അവതരിച്ചു. എന്തിനാണ്? നാരദനായിട്ട് അവതരിച്ചിട്ടാണ് നേരെ ഈ ലോകത്തിന് വേണ്ടതായിരിക്കുന്ന വേദങ്ങൾ പഠിപ്പിക്കണം. അതാണ് തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണം യഥാ. നിഷ്കാമകർമ്മം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കണം. അതിനാണ് നേരെ ആ ദേവർഷി നാരദനായിട്ട് നേരെ അവതരിച്ചത് എന്നാണ്. അതാണ് ദേവർഷിയായിട്ട് അവതരിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ നിഷ്കാമകർമ്മം എന്താണ്? നമ്മളൊക്കെ ചെയ്യുന്നത് കാമകർമ്മങ്ങളാണ്, കാമ്യകർമ്മങ്ങളാണ്. കാമ്യകർമ്മം അല്ല വേണ്ടത്, നിഷ്കാമകർമ്മമാണ് വേണ്ടത് എന്നാണ് പറയാം. അപ്പോൾ നൈഷ്കർമ്മ്യമാണ് ഈ ലോകത്തിൽ വേണ്ടത് എന്ന് കാണിക്കാൻ നാരദൻ അങ്ങനെയാണ്. കർമ്മമൊക്കെ ചെയ്യും, നാരദരൊന്നും സ്വീകരിക്കാറില്ല. അപ്പോൾ നൈഷ്കർമ്മ്യമായിട്ട് നേരെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നാലാമതായിട്ട് പറയണത് നരനാരായണാർഷി എന്നാണ് പറയാം. അപ്പോൾ തൃതീയം ഋഷിസർഗഞ്ച. അപ്പോൾ അത് കഴിഞ്ഞ സൂര്യേ ധർമ്മകലാസർഗേ നരനാരായണാർഷി ഭൂത്വ ആത്മശമോപേതം അകരോൾ ദുശ്ചരം തപ. അകരോൾ ദുശ്ചരം തപ. ആ ദുഷ്കരമായിരിക്കുന്ന അതികഠിനമായിരിക്കുന്ന തപസ്യാണ്. അപ്പോൾ തപസ്സിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തപസ്സിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഏകാദശത്തിൽ ഉദ്ധവൻ നേരെ ചോദിച്ചു, ഭഗവാനെ എന്താണ് തപസ് എന്ന് ചോദിച്ചു. ഉദ്ധവനോട് എന്താ പറഞ്ഞത്? ദണ്ഡത്യാഗം തപ എന്നാണ് ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞത്. ദണ്ഡത്യാഗം തപ, മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുന്ന തപസ്. അല്ലാണ്ട് കണ്ണടച്ചിട്ട് നേരെ ബദരിയിലും കേദാർനാഥിൽ പോയി ഇരിക്കുന്നതല്ല. ദണ്ഡത്യാഗം തപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിർത്തിയാൽ അതിൻ്റെ പേരാണ് തപസ്സെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നേരെ ആ തപസ് എന്താണ്? നരനാരായണന്മാർ. നരനാരായണന്മാർ ലോകത്തിൻ്റെ ആ തപശ്ചര്യ എന്ന് വെച്ചാൽ അവർക്ക് ഈ ലോകത്തിൽ കർമ്മങ്ങൾ നിരവധിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരെ തപസ്സനുഷ്ഠിച്ചു എന്നാണ്. ആ തപസ്സുകൊണ്ട് അവർ ലോകത്തെ ഉദ്ധരിച്ചു. നരനാരായണന്മാരാണല്ലോ ഈ ലോകത്തിൽ വേണ്ടതായിരിക്കുന്ന വിദ്യകളെ പറഞ്ഞു കൊടുത്ത്, പ്രത്യേകിച്ച് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ആരാധ്യ പുരുഷന്മാരും നരനാരായണന്മാർ തന്നെയാണ്. നമുക്ക് വേണ്ടതായിരിക്കുന്ന അറിവ് പകർന്നു തരുന്നതാണ് നരനാരായണന്മാരെന്നാണ്. പിന്നെ അതേപോലെ കഴിഞ്ഞാൽ പിന്നീട് പഞ്ചമ കപിലോ നാമ, കപില ഭഗവാന്റെ ഒരു പരാമർശം വന്നു. എന്താണ്? കപിലോ നാമ സിദ്ധേശക്കാല വിപ്ലവം. അപ്പോൾ പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. അപ്പോൾ ലോകത്തിൽ നേരെ പഠിക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ ലോകത്തിൽ വേണ്ടത് സംഖ്യാശാസ്ത്രം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞല്ലോ 18 എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഖ്യം എന്നാണ് പറയാം. അപ്പോൾ സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ സത്വം എന്നാണ് പറയുക. ശുദ്ധ തത്വവിജ്ഞാനം സാഖ്യം ഇത്യഭിധീയത എന്നാണ് പറയുക. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന തത്വജ്ഞാനമാണ് സാഖ്യം എന്ന് പറയണത്. അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ് സാക്ഷാൽ കപിലമൂർത്തിയായിട്ട് അവതരിച്ചതെന്നാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആത്മാവെന്താണ്, ജീവൻ എന്താണ്, ശരീരമെന്താണ്, ആത്മാവെന്താണ്
എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് ശുദ്ധ തത്വം എന്ന് പറയാം. അതാണ് ശുദ്ധ സാഖ്യം എന്ന് പറയുന്നത്. ആത്മാവ് വേറെ, ശരീരം വേറെ, അത് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് സാഖ്യത്തിൻ്റെ ആ തത്വം, സാഖ്യസിദ്ധാന്തം അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കണം സാഖ്യസിദ്ധാന്തത്തിന് വേണ്ടിയിട്ടാണ് കപില മഹർഷി അവതരിച്ചത്. അപ്പോൾ കപില മഹർഷിയാണ് നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പരമ്പരയിൽ കൂടി വന്നു പ്രവാച ആസുരയെ സാഖ്യം. അപ്പോൾ ആസുരി എന്നുള്ളതായിരിക്കണം മഹർഷിക്ക് അത് ഉപദേശിച്ചു കൊടുത്തിട്ട് തത്വഗ്രാമ വിനിർണയം, തത്വഗ്രാമങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പറയാം. പിന്നീടാണ് ഷഷ്ടം അത്രേഹേ അപത്യത്വം പ്രാപ്തോനുസൂയാന്യീശ്വരർക്കായ പ്രഹ്ലാദാദിഭ്യൂജിവാൻ. അപ്പോൾ വീണ്ടും പരമശം എന്താണ് ഷഷ്ടം, ആറാമത്തെ ആ അവതാരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഷഷ്ടം അത്രേഹേ, അത്രി മഹർഷിയുടെ അപത്യത്വം എന്നാണ്. അപ്പോൾ അത്രി മഹർഷിക്ക് സന്താനങ്ങളില്ല, അനസൂയ. അപ്പോൾ അനസൂയയായിട്ട് ചേർന്നിട്ട് അനസൂയ അത്രിയുടെ മഹർഷി ഭാര്യയാണ്. അപ്പോൾ അവർക്ക് സന്താനങ്ങളുണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ സമയത്താണ് അന്വേഷി മളർക്കായ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന സന്താന പരമ്പരകളിലാണ് അളർക്കന് അന്വേഷികി വിദ്യ എന്ന് വെച്ചാൽ തത്വവിദ്യകൾ അല്ലെങ്കിൽ വേദവിദ്യകളൊക്കെ തന്നെ പറഞ്ഞ് അത് പ്രഹ്ലാദാദി ബ്യൗജിവാൻ, അവിടെ നിന്നാണ് പ്രഹ്ലാദാദികളൊക്കെ തന്നെ എല്ലാം പഠിച്ച് സിദ്ധമാക്കിയതെന്നാണ്. അപ്പോൾ ലോകത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വീണ്ടും അവതരിച്ചത്. ആറാമത്തെ അവതാരം എടുത്തു എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ആറാമത് അവതാരം എടുത്തു കഴിഞ്ഞപ്പോഴാണ് തഥ സപ്തമ ആകൂത്യാം എന്നാണ്. പിന്നെ ഏഴാമതായിട്ട് ആകൂത്യാം, ആകൂതി, ദേവഹൂതി, പ്രസൂതി, അങ്ങനെ 3 മക്കളാണല്ലോ ഉണ്ടായിരുന്ന സ്വയംഭൂമന്. അതിൽ മൂത്ത മകളായിരിക്കുന്ന ആകൂതിയിലാണ് ഉണ്ടാകാറ് രുചേഹേ യജ്ഞോഭ്യജായത എന്നാണ് പറയാം. ആകൂതിയിൽ രുചി എന്നുള്ള പ്രജാപതിക്കുണ്ടായതാണ് യജ്ഞൻ. എന്തിനാണ് യജ്ഞൻ ഉണ്ടായത് എന്നാണ്. അപ്പോൾ യജ്ഞാനുണ്ടായത് യജ്ഞത്തിൻ്റെ കാര്യങ്ങളെ, യജ്ഞത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത കണക്കാക്കണം. അതിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു, പിന്നീടാണ് യാമാദേ അസുരഗണൈ അപാൽ സ്വയംഭുവാന്തരം എന്നാണ്. അപ്പോൾ യാമാദികളായിരിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചതും അതേപോലെ തന്നെ യജ്ഞത്തിൻ്റെ പ്രാധാന്യം. യജ്ഞമെന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കാമകർമ്മമാണ് യജ്ഞമെന്ന് പറയാം. അപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് എന്താണ്? സപ്താഹയജ്ഞം, അതേപോലെ നവാഹയജ്ഞം, അല്ലെങ്കിൽ ഏകാദശാഹയജ്ഞം. ശിവപുരാണത്തിനാണെങ്കിൽ ഏകാദശയജ്ഞമൊക്കെ വരും. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കാമകർമ്മമാണ്. അപ്പോൾ യജ്ഞമായിട്ട് എങ്ങനെ തീരുക? ഒരു യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ വേണമെന്നാണ് പണ്ട് കാലത്തുള്ള ആചാര്യന്മാർ പറയും. ഒരു യജ്ഞം പൂർത്തിയാകണമെങ്കിൽ 3 കാര്യം വേണമെന്നാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം യജ്ഞം പൂർത്തീകരണത്തിന് ഋഷിപ്രോക്തമായിരിക്കുന്ന ഗ്രന്ഥം പാരായണം ചെയ്യണം, അത് വായിക്കണം. ഋഷിപ്രോക്തമായിരിക്കണം. ഏതെങ്കിലും പുസ്തകത്ത് വായിച്ചാൽ പോരാ. അപ്പോൾ തമാശ കഥകളോ അങ്ങനെ കഥ വായിച്ചാൽ പോരാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥകൾ വായിച്ചാൽ പോരാ. ഋഷിപ്രോക്തമായിരിക്കുന്ന ഗ്രന്ഥപാരായണം ഒന്ന്. അതാണല്ലോ നമ്മൾ ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ ദേവീ ഭാഗവതമോ ശിവമഹാപുരാണോ ഋഷിപ്രോക്തമായിരിക്കണം. അപ്പോൾ ഋഷിപ്രോക്തമായിരിക്കുന്ന ഗ്രന്ഥം പാരായണം ചെയ്യുക. അത് കഴിഞ്ഞാൽ എന്ത് വേണം? അത് കഴിഞ്ഞാൽ പിന്നീട് ഋഷിപ്രോക്തമായ ഗ്രന്ഥത്തിൻ്റെ പാരായണം, ആ ഗ്രന്ഥദേവതയെ പൂജിക്കണം. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങൾക്കൊരു ദേവതയുണ്ട്. അപ്പോൾ ഭാഗവതത്തിന് സാക്ഷാൽ ഭഗവാനാണ്, കൃഷ്ണനും വിഷ്ണുവൊക്കെയുള്ള ഭഗവാനാണ്. ദേവീ ഭാഗവതത്തിന് ദേവിയാണ്, അത് ശിവപുരാണത്തിന് ശിവനാണ്. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥദേവതയെ പൂജിക്കലാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഉചിതമായിരിക്കുന്ന ദാനം ചെയ്യണമെന്നാണ്. അപ്പോൾ ഋഷിപ്രോക്തമായിരിക്കുന്ന ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് അറിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ പൂജിക്കുന്നതിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിവ് ഉണ്ടാക്കണം, അതിനാണ് ഋഷിപ്രോക്തമായിരുന്ന ഗ്രന്ഥപാരായണം. അപ്പോൾ ഗ്രന്ഥപാരായണം കൊണ്ട് നമുക്ക് അറിവുണ്ടാകുന്നു. പിന്നീടോ നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൂജ നടത്തുക. അതാണ് പൂജ എന്ന വാക്കിൻ്റെ അർത്ഥം. ദീപധൂപ നൈവേദ്യാദികളും അതേപോലെ തന്നെ രാജോപചാരങ്ങളും കൊടുക്കുന്നത് മാത്രമല്ല പൂജ. പൂജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശിവമഹാപുരാണത്തിൽ പറയണത്, ശിവപുരാണത്തിൽ ചോദിച്ചു പൂജ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂഹു ജായതേ ഇതി പൂജ എന്നാണ്. പൂഹു ജായതേ ഇതി പൂജ. പൂഹു എന്ന് വെച്ചാൽ ഐശ്വര്യം. ഐശ്വര്യം ഉണ്ടാക്കുന്ന ഏത് കാര്യവും പൂജയാണ്. അതല്ലാതെ അതിന് ഇന്നത് വേണം പത്മ ഉടനം അങ്ങനെ ഒന്നും നിർബന്ധമൊന്നുമില്ല. പൂഹു ജായതേ ഇതി പൂജ എന്നാണ് ശിവമഹാപുരാണം പറയാം. അപ്പം അതുകൊണ്ടാണ് ആ പൂജ വേണം. ആ ഗ്രന്ഥദേവതയെ പൂജിച്ചിട്ട് ആത്മശുദ്ധി വേണം, മനഃശുദ്ധി വേണം,
3 ശുദ്ധികളാണല്ലോ, ആത്മശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി ഒക്കെ വേണം നമുക്ക്. അപ്പോൾ അങ്ങനെ ആ ശുദ്ധി ഉണ്ടാക്കാനായിട്ടാണ് പൂജ. അത് കഴിഞ്ഞ് എന്ത് വേണം? ദാനം വേണമെന്നാണ്. അപ്പോൾ ദാനം എന്താണ്? ദാനം എന്ന് പറയുന്നത് ഒന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, പിന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ എല്ലാം എല്ലാം മറ്റുള്ളവർക്കായിട്ട് നൽകുക, അതാണ് ദാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടേതായിരിക്കുന്ന എല്ലാം ദാനം ചെയ്യണം. അറിവുണ്ടെങ്കിൽ അറിവിനെ ദാനം ചെയ്യണം, വിദ്യയെ ദാനം ചെയ്യണം. പിന്നെന്താ? അന്നദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നെല്ലാം പറയും. അതുകൊണ്ടാണ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് അന്നദാനത്തിനൊക്കെ ശിവമഹാപുരാണത്തിൽ കുറേ സമയം നീക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയാം. അന്നദാനം ചെയ്യണമെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ദാനം വേണം, അന്നദാനം ആണ് ഏറ്റവും ശ്രേഷ്ഠം. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ഭൂതം ന ഭവിഷ്യതി എന്ന് പറയും. അന്നദാനാൽ പരം ദാനം ന ഭൂതം ന ഭവിഷ്യതി എന്നാണ്. അന്നദാനത്തെ പോലെ ഒരു ദാനം പണ്ടുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോലെ. കാരണം എന്താണ്? അന്നാൽ. അപ്പോൾ അന്നാൽ എന്താ അന്ന കാരണം പറയാൻ അന്നത്തിൽ നിന്നാണ് അന്നാൽ ഭവതി ഭൂതാനി, അങ്ങനെയാണ് പറയുക. അന്നാൽ ഭവതി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകുക എന്നാണ്. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടാകണമെന്നാണ്. ആ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടാകുക? നെല്ലായാലും ഗോതമ്പായാലും അതേപോലെ എല്ലാവരും ഉണ്ടാകണമെന്ന് എങ്ങനെയാണ്? പർജന്യാൽ ഭവതി അന്ന എന്നാണ് പറയും. അപ്പോൾ പർജന്യാൽ ഭവതി അന്ന, അന്നാൽ ഭവതി ഭൂതാനി. അന്നം കഴിച്ചാലാണ് നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. നമുക്ക് സന്താനങ്ങളുണ്ടാകണമെങ്കിലും നമ്മൾ അന്നം കഴിക്കണമെന്നാണ്. അപ്പോൾ അത് അന്നം എങ്ങനെ ഉണ്ടാകുന്നു? പർജന്യാൽ ഭവതി അന്ന. പർജന്യ മഴ പെയ്താലാണ് അന്നം ഉണ്ടാകുന്നത്. മഴ എങ്ങനെ ഉണ്ടാകുന്നു? യജ്ഞാൽ ഭവതി പർജന്യ. അതാണ് അതിൻ്റെ തുടർച്ച എങ്ങനെയാണ്, അതിൻ്റെ ആ കോർക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ യജ്ഞം കൊണ്ട് മഴ പെയ്യും, മഴ പെയ്താൽ അന്നമുണ്ടാകും, അന്നം ദാനം ചെയ്താൽ ജീവനുണ്ടാകുന്നു. അതുകൊണ്ടാണ് അന്നദാനാൽ പരം ദാനം ന ഭൂതം ന ഭവിഷ്യതി എന്നാണ് പറയാൻ കാരണം. അന്നദാനം കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങളുള്ളത്. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ദാനം അന്നദാനം എന്നെടുത്ത് പറയാൻ കാരണം. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. നേരെ ഋഷിപ്രോക്തമായ ഗ്രന്ഥപാരായണം, ഋഷിപ്രോക്തമായിരിക്കണം. അപ്പോൾ ആ ഗ്രന്ഥപാരായണം, പിന്നെ ആ ഗ്രന്ഥദേവതയെ പൂജിക്കുക. അത് കഴിഞ്ഞാൽ അന്നദാനം അല്ലെങ്കിൽ വിദ്യാദാനം ആകാം. അപ്പോൾ എല്ലാ ദാനത്തിലും ശ്രേഷ്ഠം അന്നദാനമാണ്. അന്നദാനം നിർവഹിക്കുക, അതാണ് ഒരു യജ്ഞത്തിൻ്റെ വിജയം എന്നാണ്. അപ്പം അങ്ങനെയുള്ള യജ്ഞത്തിൻ്റെ ഒരു നാഥനായിട്ടാണ് നേരെ ഭഗവാൻ യജ്ഞനായിട്ട് അവതരിച്ചത് എന്നാണ്. അപ്പോൾ ഭഗവാൻ യജ്ഞനായിട്ട് അവതരിച്ചു. പിന്നീട് നേരെ യജ്ഞനായിട്ട് അവതരിച്ച ശേഷം വീണ്ടും ഭഗവാൻ എന്ത് ചെയ്തു? അപ്പോൾ 7ാമതായിട്ട് അങ്ങനെ ആ അവതാരം കഴിച്ച സമയത്താണ് പിന്നെ അഷ്ടമേ മേരുദേവ്യം തോ, 8ാമതായിട്ട് മേരുദേവിയിൽ നാഭിക്കുണ്ടായിരിക്കുന്ന നാഭി എന്നുള്ളതായിരിക്കുന്ന അവതാരമുണ്ട്. എന്തിനാണ് നാഭി ഉണ്ടായതെന്നാണ് ചോദ്യം. അഷ്ടമേ മേരുദേവ്യാം തോ നാഭിർജാത ഉരുക്രമ. അപ്പോൾ നാഭി എന്നുള്ളതാണ് നമ്മുടെ ഋഷഭൻ എന്നുള്ള അവതാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നാഭിയിൽ ഉണ്ടായിരിക്കുന്ന അവതാരം എന്താണ്? നേരെ എല്ലാവരെയും ദർശയൻ വർമ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. അപ്പോൾ എല്ലാ ആശ്രമത്തിൽപ്പെട്ട ആളുകളും നമസ്കരിക്കുന്നതായ ഋഷഭാവതാരം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഋഷഭാവതാരമാണ് ഉണ്ടായത്. അപ്പോൾ ഋഷഭൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്നേ അർത്ഥമുള്ളൂ. പക്ഷേ എല്ലാവർക്കും നമസ്കരിക്കാൻ പറ്റിയതായിരിക്കുന്ന ആ ഋഷഭനായിട്ട് അവതരിച്ചത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നേരെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഭഗവാന്റേതായിരിക്കുന്ന അപ്രകാരമുള്ള സർവാശ്രമ നമസ്കൃതം. എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും നമസ്കരിക്കാവുന്നതായിരിക്കുന്ന ആ വസ്തു, ആ ഒരു അവതാരം ഭഗവാൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റേതായിരിക്കുന്ന അവതാരങ്ങളിലേക്ക് വരും. അപ്പോൾ ആ സമയത്താണ് ശിവയായിതോ ഭേജേ നവമം പാർത്ഥിവം 9ാമത്തെ അവതാരം പറയുമ്പോഴോ പാർത്ഥിവം ബഭൂ ദിഗ്ദേമാ മോഷധീർ പ്രാതേനായം സൗഷത്തമാഹം. അപ്പോൾ നേരെ പിന്നീട് അതിലുള്ള അവതാരങ്ങളിൽ ഓരോരോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തു. ശിവർ യാജിതോ ഭേജേ. അപ്പോൾ മഹർഷിമാരൊക്കെ യാചിച്ച സമയത്താണ് ഭഗവാൻ നേരെ പാർത്ഥിവം ബഭൂ, നേരെ സാക്ഷാൽ നേരെ മനുഷ്യൻ്റേതായിരിക്കുന്ന ഒരു മനുഷ്യത്തിൻ്റേതായിരുന്ന രൂപമൊക്കെ അവതരിച്ചിട്ട് നേരെ ആ സാക്ഷാൽ ദുഗ്ധേമാം, അപ്പോൾ നേരെ ആ ഓഷധി അപ്പോൾ എല്ലാം കടഞ്ഞിട്ട് പാൽക്കടലിന് കടഞ്ഞിട്ട് നേരെ സാക്ഷാൽ ധന്വന്തിരി മൂർത്തിയായിട്ട് അവതരിച്ചു എന്നാണ് പറയും. കാരണം മഹർഷിമാരുടെ യാചനയാണ്, ജരാനരകൾ ലോകത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഭഗവാന്റേതായിരിക്കുന്ന അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോരോ അവതാരങ്ങൾ വന്നു. അപ്പോൾ കുർമാവതാരം കഴിഞ്ഞ് പിന്നീട് നേരെ ആ കുർമാവതാരം ആ സമയത്താണ് ഉണ്ടായത്. അപ്പോൾ അതാണ് നേരെ ധന്വന്തിരി മൂർത്തിയായിട്ട് അവതരിച്ച് പിന്നീടാണ് നേരെ രൂപംസ ജഗൃഹേ മത്സ്യം ചാക്ഷുഷോതി സംപ്ലവേ നവ്യാരോപ്യ മഹീമയ്യാം അപാൽ വൈവസ്വതം മനുവിനെ സൃഷ്ടിക്കാനായിട്ടാണ് മത്സ്യാവതാരം എടുത്തതെന്നാണ്. അപ്പോൾ മത്സ്യമായിട്ട് അവതരിച്ചു എന്നാണ്.
മത്സ്യമായിട്ട് അവതരിക്കുമ്പോൾ എന്തിനാണ് മത്സ്യമായിട്ട് അവതരിച്ചത്? മത്സ്യമായിട്ട് അവതരിച്ചത് എന്താ? ഭഗവാന്റെ അവതാരങ്ങളിലൊക്കെ വ്യക്തമായിട്ട് നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഒരു തത്വം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഓരോരോ അവതാരങ്ങൾ ഇങ്ങനെ എടുത്തു വന്ന സമയത്ത് കൂർമാവതാരം എടുക്കുമ്പോൾ ഭഗവാൻ എന്താ അവതരിച്ചത്? നേരെ കഠോര വൃക്ഷത്തെ കൊണ്ട് വലുതായിരിക്കുന്ന ആ മേരുവിനെ നേരെ ഉയർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. എന്താ ഭഗവാൻ ഈ കൂർമ്മവും അതേപോലെയാണല്ലോ ഈ ആമ എന്ന് പറയുന്നതായിരിക്കുന്ന ജീവജാലം ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്, ചെളിവരമ്പിൽ കിടക്കുന്നതാണ്. എന്താണ് ഭഗവാൻ അതിലൂടെ നമ്മളെ പഠിപ്പിച്ചത് മറ്റൊന്നുമില്ല, നമ്മളെ ഉദ്ധരിക്കണമെന്നാണ്. അതെന്തിനെ ഉദ്ധരിക്കണം? ഒരു മഹത്തായിരിക്കുന്ന സംരംഭങ്ങളെ ഉദ്ധരിക്കാൻ നമ്മുടെ കഠോര വൃഷ്ടം കൊണ്ട് നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കണം എന്നാണ് പറയും. അപ്പോൾ ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്താണ് ആമ എന്ന് പറഞ്ഞാൽ 4 കാലുണ്ട്, ഒരു തലയുണ്ട്. അതാണ് ആമയുടെ പ്രത്യേകത. അപ്പോൾ എന്താണ് ഈ 4 കാലും ഒരു തലയെന്ന് വെച്ചാൽ സാധാരണഗതിക്ക് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കുണ്ടെന്നാണ്. അപ്പോൾ സാധാരണഗതിക്ക് ആമ കിടക്കുമ്പോൾ 4 ആ തലയും കാലക്കുള്ളിലേക്ക് വലിച്ചെടുക്കും. എപ്പോഴും തല ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ അവനങ്ങനെ തലയൊക്കെ പുറത്തേക്ക് ഇടുള്ളൂ, കാലൊക്കെ നീട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് വലിക്കുന്ന, അതിനെല്ലാം ഇന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് നേരെ കഠോര വൃഷ്ടം കൊണ്ട് മന്ധരപർവ്വതത്തെ ഉയർത്തുക എന്നാണ്. മന്ധരപർവ്വതം വെച്ചാൽ ബുദ്ധി എന്നർത്ഥം. അപ്പോൾ മന്ധരപർവ്വതത്തെ ബുദ്ധി ഇങ്ങനെ താഴ്ന്നങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ നേരെ ആ പാൽക്കടലിൽ വെക്കാണ് ബുദ്ധി അങ്ങോട്ട് താഴ്ന്നു പോയത്. ശാപം കൊണ്ട് ബുദ്ധി അങ്ങോട്ട് കെട്ടുപോയി. ബുദ്ധി കെട്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി അങ്ങനെ കെട്ടുപോകുന്ന. അപ്പോൾ നമ്മുടെ ബുദ്ധി കെട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കൂർമ്മത്തെ ആരാധിക്കണം എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ബുദ്ധി കെട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യില്ല, നമ്മൾ നേരെ മൂകനായിട്ടിരിക്കും. അപ്പോഴാണ് കൂർമാവതാരത്തിൻ്റെ ആവശ്യം വരിക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ബുദ്ധിയെ ഉദ്ധരിച്ചെടുക്കണമെന്നാണ്. അതാണ് സാക്ഷാൽ ആ മേരുപർവ്വതമാകുന്ന ബുദ്ധിയെ ഉദ്ധരിച്ചെടുക്കാൻ പഞ്ചേന്ദ്രിയങ്ങളുള്ളിലേക്ക് അടക്കിയിട്ട് നാരായണനെ ഭജിക്കുമ്പോൾ നേരെ നമ്മുടെ ബുദ്ധി അങ്ങോട്ട് ഉയർന്നു വരും. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ കൂർമാവതാരം ആയിട്ട് എടുത്തു എന്നുള്ളതാണ്. പിന്നീട് കൂർമാവതാരം കഴിഞ്ഞപ്പോഴാണ് നേരെ മത്സ്യാവതാരം, വാമനാവതാരമൊക്കെ ഒന്ന്. വാമനാവതാരത്തിൻ്റെ കഥ നമുക്കറിയാം. അഹങ്കാരത്തെ ഇല്ലാതെ ഭക്തൻ്റെ, നേരത്തെ പറഞ്ഞല്ലോ, ഭക്തി വർദ്ധിച്ചാൽ അഹങ്കാരം ഇല്ലാതിരിക്കണം, അഹങ്കാരം വർദ്ധിച്ചാൽ ഭഗവാൻ അതില്ലാതാക്കും. അതിനാണ് വാമനാവതാരം ഭഗവാൻ എടുത്തത്. ഭക്തൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാനാണല്ലോ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. കാരണം ആ വാമനമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഭക്തനായിരിക്കുന്ന മഹാബലിക്ക് 2 അഹങ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണ്? 2 അഹങ്കാരങ്ങളാണ്. ഒന്ന് ഞാനെന്നുള്ള ഭാവവും എൻ്റെ എന്നുള്ള ഭാവവും, 2 കാര്യങ്ങളാണ്. അപ്പം ഞാനും എൻ്റേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരങ്ങൾ. അപ്പോൾ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് എന്താ ചെയ്തത്? മഹാബലിയാകുന്ന ഭക്തൻ്റെ എൻ്റേതിനെ ആദ്യം അങ്ങോട്ട് അപഹരിച്ചു. പലപ്പോഴും ആദ്യം ഇല്ലാതാക്കേണ്ടത് എൻ്റേതാണ്, ഞാനല്ല. എൻ്റേത് ഇല്ലാതാക്കണം. എൻ്റെ പണം, എൻ്റെ സ്വത്ത്, എൻ്റെ ഭാര്യം, എൻ്റെ കുടുംബം, എൻ്റെ പതി, എൻ്റെ അഹങ്കാരം, എൻ്റെ അധികാരം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ എൻ്റേതിനെ അങ്ങോട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തു, ഞാൻ ലോകേശ്വരനാണ് എന്നല്ല പറഞ്ഞു. അതുകൊണ്ടാണല്ലോ സർവം പ്രദാസ്യാമി എന്ന് നാരായണീയത്തിൽ പറഞ്ഞു. സർവം പ്രദാസ്യാമി എന്നാണ് പറയുക. ഞാൻ ലോകേശ്വരനാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഈശ്വരനാണ്, 3 ലോകത്തിൻ്റെയും അധിപനാണ്, സർവം പ്രദാസ്യാമി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അഹങ്കാരം, എൻ്റേതെന്നുള്ള അഹങ്കാരം നേരെ എടുത്തു. ഒരു പദം കൊണ്ട് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? ഭൂലോകം, ഭൂർലോകം കടന്നു. 2ാമത്തെ പദം കൊണ്ട് സ്വർലോകം കടന്നു. അപ്പോൾ 2 പദം കൊണ്ട് എൻ്റേത് മുഴുവൻ നടത്തി. 3ാമത്തെ പദം എന്ത് ചെയ്യും എന്നാണ്. 3ാമത്തെ പദം അതിനെ കൊണ്ട് ഞാൻ എന്നുള്ളതായിരിക്കുന്നതിന് ശിരസ്സാണ്. അപ്പം ഞാൻ എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കിയത്. അതാണ് 3ാമത്തെ ശിരസ്. പദം ശിരസിൽ വെച്ച് ഞാനും എൻ്റേതും മാറ്റിയ സമയത്താണ് സുതലത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെയാണ് സുതലത്തിലേക്ക് പോയത്. ശ്രേഷ്ഠമായ സ്ഥലത്തിലേക്കാണ് ഭഗവാൻ കൊണ്ടുപോയത് വാമനമൂർത്തി. സാക്ഷാൽ മഹാബലിയെ ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയെന്നാണ്. അപ്പോൾ നേരെ നമ്മുടെ പഴയ ഒരു ആചാര്യമുണ്ട്, ഇപ്പോൾ അദ്ദേഹം ഇല്ല, നേരെ വൈദ്യനാഥ സ്വാമികൾ. അപ്പോൾ അദ്ദേഹം നേരെ സാധാരണ പറയാറുണ്ട്, നേരെ വൈദ്യനാഥ സ്വാമി എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം നേരെ പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, സുതലം എന്ന് പറഞ്ഞാൽ എന്താണ്? സുതലം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ സ്ഥലം എന്നാണ് അർത്ഥം. ആ ശ്രേഷ്ഠത എങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ എന്താണ്? നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് വായിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുലുക്കുഴിയാണ്. സുതലത്തിലെ സ്ത്രീകൾ കോംപ്ലാൻ ഒഴിച്ചിട്ടാണ് വായിൽ കുലുക്കുഴിയാന്നാണ്. അത് അത്ര ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്.
അപ്പോൾ അത്രയും ഇവിടെ ദിവ്യമായ സ്ഥലങ്ങളാണെന്നാണ് ഒരു അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന സ്വാമിയുടെ ആ ഒരു കോമ്പളാലാണ് അവർ രാവിലെ എഴുന്നിട്ട് കുലുക്കുഴിയാൻ പോലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റു കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്ര ശ്രേഷ്ഠമായ സ്ഥലത്തേക്കാണ് മഹാബലിയെ കൊണ്ടുപോയതെന്നാണ് അവൻ വൃത്തിയായിരിക്കുന്ന ഭഗവാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മത്സ്യാവതാരത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ എൻ്റേതും ഞാനും അഹം പിടിച്ച് ഇല്ലാതാക്കിയാലേ ഭഗവാൻ ഈ ലോകത്തിൽ നമ്മളെ അതുകൊണ്ടാണ് ഭകാരം ഭക്തിവർദ്ധനം, ഗകാരം ഗർവവർജനം എന്ന് പറയാൻ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മത്സ്യം. അപ്പോൾ മത്സ്യാവതാരത്തിൽ എന്താണ്? മത്സ്യാവതാരം എടുത്തത് വൈവസ്വത മനുവിനെ ആക്കണം. അപ്പോൾ സത്യവ്രതൻ എന്നുള്ള രാജാവിനെ, അതായത് ദക്ഷിണ ഭാഗത്തുള്ള സത്യവ്രതനാണ്. അപ്പോൾ സാധാരണ പതിയിൽ പറയാം, മധുരയുടെ തെക്ക് ഭാഗത്തായിട്ട് മധുരയുടെ അറ്റത്ത് ഉള്ളതായിരിക്കുന്ന ആ ഒരു നദിയാണ് കൃതമാല നദി എന്നാണ് പറയും. കൃതമാല നദി മധുരയുടെ അപ്പുറത്തും ഉള്ളതായിരിക്കുന്ന നദിയാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതിൻ്റെ പേര് മാറ്റി അത് വൈഗ നദിയാക്കി മാറ്റി. അങ്ങനെയാണ് വൈഗ എന്നുള്ള പേര് വന്നത്. അപ്പോൾ കൃതമാല നദിയാണ്. ആ കൃതമാല നദിയിൽ ഉള്ളതായിരിക്കുന്ന രാജാവ് അതാണ് സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ്. നേരെ ദ്രവിഡേശ്വരൻ എന്ന് ഭാഗവതം പറയാൻ കാരണം. അപ്പോൾ സത്യവ്രതൻ ദ്രവിഡേശ്വരനാണ്, ദ്രാവിഡ നാട്ടിൽ ജനിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് മത്സ്യമൂർത്തിയായിട്ട് വന്നപ്പോൾ എല്ലാ വസ്തുക്കളെയും നഷ്ടപ്പെടാത്ത വസ്തുക്കളെ കയറ്റിയിട്ട് നേരെ വടക്ക് ഭാഗത്തേക്ക് പോയിന്നാണ്. നേരെ ഹിമാലയത്തിലേക്ക് വെള്ളം കയറാത്ത സ്ഥലത്ത് പോയിട്ട് ബ്രഹ്മാവർത്തം ആര്യവർത്തം എന്ന സ്ഥലമുണ്ട്. ബ്രഹ്മാവർത്തവും ആര്യാവർത്തത്തെക്കുറിച്ചൊക്കെ പറയാം. മുകളിൽ നിന്നിങ്ങനെ ഒരു ഹെലികോപ്റ്ററിലെ പോലെ ദൂരെ മുകളിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു താമര വിടർന്ന മാതിരി ഉണ്ടാവുന്നതാണ് ഈ ബ്രഹ്മാവർത്തം ആര്യാവർത്തം ഹിമാലയ പ്രദേശങ്ങൾ. അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അവിടെ നിന്ന് പിന്നെ സൃഷ്ടി നേരെ തെക്കോട്ട് ഇങ്ങനെ വന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പ്രളയത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് വന്നതാണ് സത്യവ്രതൻ. അപ്പോൾ നേരെ മത്സ്യമൂർത്തി പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന ഉപദേശങ്ങളുടെ ഫലമായിട്ട് മനുവായിട്ട് തീർന്നു, ജ്ഞാനിയായിട്ട് തീർന്നു. മനു വെച്ചാൽ ജ്ഞാനിയായിട്ട് തീർന്നു. അപ്പോൾ ജ്ഞാനിയായതുകൊണ്ട് നേരെ അവിടം വരെ എത്തിയതാണ്. അപ്പോൾ ജ്ഞാനിയുടെ ആ തോണിയിൽ മത്സ്യാവതാരമൂർത്തി വലിച്ചു കൊണ്ടുപോയ തോണിയിൽ 7 മഹർഷിമാരുണ്ടായിരുന്നെന്നാണ്. അതാണ് നേരെ സപ്തർഷിമാരെന്ന് പറയും. അപ്പോൾ സപ്തർഷിമാർ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്. അതാണ് മത്സ്യാവതാരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ സത്യവ്രതൻ്റെ രാജാവ് ആ വഞ്ചിയിൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ നേരെ ആ വഞ്ചി കയറി വഞ്ചിയും കട കാറ്റത്തിങ്ങനെ ഇളകാനായിട്ട് തുടങ്ങി. മറിയോ എന്നുള്ള പേടി സത്യവ്രതന് വന്നു എന്നാണ്. അപ്പോൾ രാജാവ് ഇങ്ങനെ പരിഭ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവ് പരിഭ്രമിച്ചപ്പോൾ മഹർഷിമാരെന്ത് പറഞ്ഞു? അപ്പോൾ രാജാവെ അങ്ങ് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. രാജാവെ അങ്ങ് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഒറ്റമൂലിയാണ് പറഞ്ഞു കൊടുത്തത്. ഒരേ ഒരു ഒറ്റമൂലി. എന്താണ്? ധ്യായസ്വകേശവം എന്നാണ്. രാജാവെ അങ്ങ് പരിഭ്രമിക്കേണ്ട, ധ്യായസ്വകേശവം. നമുക്കും അതൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്കും പരിഭ്രമങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നം, കടം വന്നു, വീട് വെച്ചു, കടം വന്നു, ബാങ്കുകാരൻ ജപ്തി ചെയ്യാൻ വരും. അതേപോലെ തന്നെ മകൾക്കൊരു അപകടം വന്നു, അല്ലെങ്കിൽ പലരും നമുക്ക് പല സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഒരാൾ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞു, ഒരാൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞു, നീ കള്ളനാണ്, തെമ്മാടിയാണ്, താൻ തോന്നിയാണെന്ന് ഇങ്ങനെ കുറേ ചീത്തങ്ങളും. എന്നാൽ പിന്നെ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് നേരെ തൂങ്ങിച്ചാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതല്ല വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ പ്രതിസന്ധികളിൽ വന്നിട്ട് തിരമാലകളിൽപ്പെട്ട് ഇങ്ങനെ കടലിലെ തിരമാല പോലെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടുമ്പോൾ രാജാവെ പരിഭ്രമിക്കേണ്ട, രാജൻ ധ്യായസ്വകേശവം എന്നാണ്. പരിഭ്രമിക്കേണ്ട, കേശവനെ ധ്യാനിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. ഒടുത്ത വഴിക്ക് നമ്മൾ പോയിട്ട് ആത്മഹത്യ ചെയ്യും. കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോൾ, നേരെ സ്ഥലം വിട്ടുകളി. അപ്പോൾ രാജൻ ധ്യായസ്വകേശവം എന്നുള്ള ആ ഒരു ആപ്തവാക്യമുണ്ട്. ആ ധ്യായസ്വകേശവം അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം, നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ ആ ധർമ്മത്തിൽ തന്നെ അത് പഠിപ്പിക്കേണ്ട സമയം. ധ്യായസ്വകേശവം, രാജൻ ധ്യായസ്വകേശവം എന്നാണ്. കേശവനെ ധ്യാനിച്ചപ്പോൾ എന്താ? ഈ ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് വന്ന് നേരെ സുരക്ഷിതമായിട്ട് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ എന്താണ് മനുഷ്യജീവൻ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതാണല്ലോ. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു തോണിയായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ജീവനാണ് സത്യവ്രതൻ. അപ്പോൾ നമ്മുടെ ആ ജീവാത്മാവാകുന്ന സത്യവ്രതൻ നമ്മുടെ മനുഷ്യ ശരീരമാകുന്ന തോണിയിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ സപ്തധാതുക്കൾ എന്താ പറയണത്? പേടിക്കേണ്ട, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നേരെ വേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, രാജൻ ധ്യായസ്വകേശവം. അതാണ് അവതാരത്തിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഭഗവാന്റെ അവതാരങ്ങൾ നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കണം, പാഠം കണ്ടെത്തണം എന്നാണ്. ആ പാഠം കണ്ടെത്തിയിട്ട് അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ അവതാരങ്ങളിലും വരുന്നത്. അപ്പോൾ രാമാവതാരം കൃഷ്ണാവതാരത്തിലൊക്കെ വരുമ്പോൾ രാമാവതാരത്തിൽ എന്താ വന്നത്? രാമാവതാരം വരുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, രാമാവതാരം എന്തിനാണ് എടുത്തത്, മനുഷ്യാവതാരം എന്തിനാ ഭഗവാൻ എടുത്തത്? നേരെ മർത്യശിക്ഷണം എന്നാണ്. അപ്പോൾ മനുഷ്യാവതാരം ഭഗവാൻ എടുത്ത് മർത്യശിക്ഷണം എന്നാണ്, മർത്യന്മാരെ പഠിപ്പിക്കാനാണെന്നാണ്.
കാരണം ഈ ലോകത്തിൽ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും. അപ്പോൾ മർത്യന്മാരെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ രാമൻ സീതാന്വേഷണത്തിനായിട്ട് കാട്ടിലും മേട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് നേരെ മനുഷ്യാവതാരം എടുക്കുമ്പോൾ പ്രതിസന്ധികളെ നേരിടണം നമ്മൾ. അത് പഠിപ്പിക്കാനാണ് ഭഗവാൻ മനുഷ്യാവതാരം എടുത്തതെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യാവതാരത്തിക മർത്യശിക്ഷണം എന്ന് പറയാൻ, മർത്യന്മാരെ പഠിപ്പിക്കണം. പ്രതിസന്ധികളുണ്ടാകും, പ്രതിസന്ധികളെ നേരിടണം എന്ന് രാമൻ നമ്മളെ പഠിപ്പിച്ചു എന്നാണ്. കൃഷ്ണാവതാരത്തിലേക്ക് വന്നു. അപ്പോൾ കൃഷ്ണാവതാരം പരശുരാമാവതാരത്തിലൊക്കെ തന്നെ കഴിഞ്ഞിട്ട് കൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോൾ എന്താ പഠിപ്പിച്ചത്? കൃഷ്ണൻ എന്താ പഠിപ്പിച്ചത്? കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ആ ഭഗവാന്റേതായിരിക്കുന്ന നമ്മൾക്ക് കിട്ടിയ പാഠം എന്താണ്? എല്ലാവരോടും ഒരേപോലെ പെരുമാറണം, സഹവർത്തിത്വം വേണം, ആളുകളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക. അതായിരുന്നു കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത എന്നാണ്. കാരണം നേരെ ആളുകൾ പലതരത്തിലുള്ളതായിരിക്കുന്ന കഷ്ടപ്പാടുകളുണ്ടെന്നാണ്. അപ്പോൾ ആ സമയത്ത് ആളുകൾക്ക് എന്ത് വേണം? ആളുകൾക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, നേരെ എപ്പോഴും വേണ്ടത് എന്താണ്? ആളുകൾക്ക് ആശ്രയം വേണമെന്നാണ്. അതുകൊണ്ടാണ് നേരെ ആശ്രയം എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ആശ്രയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം ഉണ്ടായത്. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം തന്നെ ആഗ്രഹിച്ചുവോ അതെല്ലാം ഭഗവൻ നേരെ അതൊക്കെ നടത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ സമയത്ത് രാമാവതാരം അതേപോലെ തന്നെ ഓരോ അവതാരങ്ങളിലൂടെ വന്നു. പിന്നീട് അവതാരാഹി അനേകശഃ എന്നാണ് പറയാം. അവതാരാഹി അനേകശഃ, ഭഗവാന്റെ അവതാരങ്ങൾ നിരവധിയുണ്ട്. അത് ഇന്നുമുണ്ടെന്നാണ്. ഇന്ന് മാത്രമല്ല, എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും ഭഗവാന്റെ അവതാരം എന്നാണ്. അപ്പം അങ്ങനെ വരണ സമയത്താണ് നേരെ ശങ്കരാചാര്യരായിട്ട് അവതരിച്ചതായാലും അതേപോലെ തന്നെ നിരവധി അവതാരങ്ങൾ, വ്യാസാവതാരം, ബുദ്ധാവതാരം, അതെല്ലാം അതിലാണ്. അജ്ഞാനികളിങ്ങനെ നിറയുമ്പോൾ അവരിന്ന് മോചനം പ്രാപിക്കാനായിട്ട് അവതാരം എടുത്തു. അപ്പോൾ ആ കൂട്ടത്തിലാണ് നേരെ അവതാരങ്ങളിങ്ങനെ എടുത്തത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് നേരെ ഒരു തരത്തിൽ പറയാം, ഇതും ഒരു അവതാരമാണ്, ഭാഗവതം അവതാരമാണ്, ഭാഗവതാവതാരം എന്ന് പറയാൻ സാധിക്കും. ഭാഗവതവും അവതാരമാണ്. കാരണം എന്താ? മനുഷ്യൻ അധർമ്മത്തിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് നമ്മളെ രക്ഷിക്കണമല്ലോ. അതുകൊണ്ടാണ് നേരെ ഏത് സമയത്തായാലും നമ്മൾ അവതാരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് എടുത്തു പറയാൻ കാരണം. അപ്പം അതിന് വേണ്ട എന്താണ്? അതിന് വേണ്ടത് നേരെ ഭഗവാന്റെ അവതാരങ്ങളെ ശ്രദ്ധയോടെ പഠിച്ച് അതിലേതായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം അത് തന്നെയാണ് പറയുന്നത്. എവം ജന്മാനി കർമാണി ഹകർത്തുർ അജനസ്യജാ വർണ്ണയന്തി സ്മ കവയോ ദേവഗുഹ്യാനി ഹർപ്പതേ വേദഗുഹ്യാനി കൽപ്പതേ. അപ്പോൾ അവതാരങ്ങൾ ധാരാളമുണ്ട്. ഇതെല്ലാം തന്നെ എന്തിനാണ് പഠിപ്പിക്കണത്? വർണ്ണിക്കുന്നത് എന്തിനാണ്? കവയോഹോ, പണ്ഡിതന്മാരെന്താ പഠിപ്പിക്കണത്? വേദഗുഹ്യാനി ഹർപ്പതേ, ആ വേദരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു അവതാരം എടുത്തു എന്നാണ്. വേദരഹസ്യങ്ങൾ, വേദങ്ങളൊന്നും നമുക്കറിയില്ല, വേദരഹസ്യങ്ങളാണ്. ആ രഹസ്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് എന്ത് വേണം? ആ പ്രവേശിപ്പിക്കാനായിട്ടാണ് ഭഗവാന്റെ അവതാരം എടുത്തിട്ട് നേരെ ആ ഭഗവാന്റെ അവതാരത്തെ എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ വേണം എന്ന് കാണിച്ചത് എന്നാണ്. അപ്പോൾ ഒരു ഉപാധിയാണ് അവതാരം എന്നുള്ളത്. ഭഗവാന്റെ ഒരു ഉപാധിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നേരെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു രൂപത്തെ കാണിച്ചു. അപ്പോൾ അത് നേരെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവതാരം രാമകൃഷ്ണാവതാരം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിലാണ് ഭഗവാൻ നേരെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് കൊടുത്തതെന്നാണ്. അപ്പം അങ്ങനെ പൂർത്തീകരിക്കുന്ന സമയത്താണ് നേരെ എല്ലാവർക്കും നാഥനായിരിക്കുന്ന ഭഗവാന്റെ അവതാര വിശേഷങ്ങൾ മുഴുവൻ വന്നു. ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നാമാനി രൂപാണി മനോവജോഭി സന്തുന്നതേ നടചര്യാമിവാജ്ഞ. നടചര്യാം ഒരു നാട്യമാണ് ഭഗവാന്റെ നാട്യമായിരുന്നു. അപ്പോൾ നാട്യമാണ് ഭഗവാൻ ഉണ്ടായത്. ഭഗവാൻ ഇതൊക്കെ ഒരു നടൻ്റെ മാതിരിയാണ്. അപ്പോൾ ഒരു ആക്ടറാണ്, നല്ലൊരു ആക്ടറാണ്. അപ്പോൾ ആക്ടർ എന്ത് ചെയ്യും? ആക്ടർ അത് കഴിഞ്ഞാൽ പിന്നെ വേഷങ്ങൾ അഴിച്ചു വയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ അതിൽ തന്മയീഭാവം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ അവതാരങ്ങൾ കഴിയുമ്പോൾ ഭഗവാൻ ആ വേഷങ്ങൾ അഴിച്ചിട്ട് കളയും. അപ്പോൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരവതാരം നമ്മൾ എടുക്കും, ഭഗവാൻ എടുക്കും. അതാണ് ഭഗവാന്റെ നടചര്യാമിവാജ്ഞ എന്നെടുത്ത് പറയാനുള്ളതായിരിക്കുന്ന കാരണം. അപ്പോൾ നടനെ പോലെ ഭഗവാൻ ഈ ലോകത്തിൽ കുറേ നാട്യങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെയുള്ളതായിരിക്കുന്ന അമോഘ ലീലകളാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കുകയും പാഠങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എന്താണ്? ഭജേതൽ പാദസരോജഗന്ധം എന്നാണ്. അപ്പോൾ ഭഗവാന്റേതായിരിക്കുന്ന പാദധൂളികളിൽ നിന്ന് വരേണ്ടതായിരിക്കുന്ന താമരപ്പൂവിൻ്റെ ഗന്ധം നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് അവതാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്ന് എടുത്തങ്ങനെ പറഞ്ഞു.
അപ്പം അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഇതെല്ലാം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാന്റെ ആ ആദ്യത്തെ അവതാരം മുതൽ കൃഷ്ണാവതാരം, കൽക്കി അവതാരം, പിന്നീട് ഇപ്പോഴും അവതാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മഹാപുരുഷന്മാരൊക്കെ അവതാരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഇന്ന് കാണുന്നതായിരിക്കുന്ന എല്ലാവർക്കും നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന എല്ലാവരും അവതാര പുരുഷന്മാർ തന്നെയാണ്. ചെറുതും വലുതുമായിരിക്കുന്ന അവതാരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ആ സാക്ഷാൽ നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ഥൈനം മഹത് തദിതം ഗ്രാഹയാമാസ സുതം ആത്മവദാംബരം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന അത് നേരെ പഠിച്ചത് എങ്ങനെയാണ്? വ്യാസഭഗവാൻ അതങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ സുതം ആത്മവദാംബരം, ആ സുതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന ശുഗനായിട്ട് അങ്ങനെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ ശുഗനായിട്ടങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. വ്യാസഭഗവാൻ ഇതെല്ലാം എഴുതി. അപ്പോൾ വ്യാസഭഗവാൻ ഭാഗവതം എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരദൻ പറഞ്ഞു കൊടുത്താണല്ലോ. നാരദൻ പറഞ്ഞു, എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്താണ്? മറ്റൊന്നുമല്ല, ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാന്റെ കഥ രചിക്കുന്നതാണല്ലോ പറഞ്ഞത്. ഭഗവത് കഥകൾ പറയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവത് കഥകൾ എങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചു. ഭഗവത് കഥകൾ എങ്ങനെ പറയാം? അതിനൊറ്റ വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഭഗവത് കഥകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ എന്ത് വേണം? അതിന് നേരെ അപ്പോൾ നേരെ ദിനം സമാധി അവസ്ഥയിലിരുന്നിട്ട് നേരെ ഭഗവാന്റെ എല്ലാ വിശേഷങ്ങളും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം എന്ന് പറയാൻ കാരണം. അപ്പോൾ യോഗമാർഗത്തിലൊരവസ്ഥയാണ് സമാധി. അപ്പോൾ സമാധി അവസ്ഥയിൽ നമ്മുടെ ജീവനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും യുഗങ്ങളിലേക്ക് കയറ്റിവിടാൻ സാധിക്കും. സമാധി അവസ്ഥയിലൊക്കെ നമുക്കറിയില്ല. സമാധി അവസ്ഥയിൽ നമ്മുടെ ജീവനെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ട് എല്ലാ യുഗങ്ങളിലും എല്ലാ കാലത്തേക്കും പറഞ്ഞയച്ചിട്ട് എല്ലാം കണ്ടു. ഭഗവാന്റെ എല്ലാ ലീലാവിശേഷങ്ങളും കണ്ടിട്ട് തിരിച്ചു വന്നു. അന്ത്യം ഇവിടെ ഇരുന്നിട്ട് എഴുതിയതാണ്. അതാണ് സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം എന്ന് നാരദൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ ചെയ്തു വ്യാസൻ. അത് വ്യാസൻ പഠിച്ചിട്ട് എന്ത് ചെയ്തു? വ്യാസൻ പഠിച്ചിട്ട് സർവവേദേതിഹാസാനം സാരം സാരം സമുദ്രം സാധു സംശ്രയ സംസാവയാമാസ മഹാരാജം പരീക്ഷിതം. ശുഗനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശുഗനത് നേരെ പരീക്ഷത്തിനായിട്ട് അങ്ങോട്ട് പറിച്ചങ്ങോട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ ശുഗന് അത് പരീക്ഷത്തിനായിട്ട് പറഞ്ഞു കൊടുത്തു. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം കൃഷ്ണ പരമർശവി കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിവിസ്സഹ എന്നാണ്. അപ്പോൾ നേരെ ഭഗവാൻ ഈ ലോകത്തു നിന്ന് പോയല്ലോ. കൃഷ്ണേ സ്വധാമോപഗതേ, ഭഗവാൻ കൃഷ്ണൻ സ്വധാമത്തിൽ നിന്ന് ഇതിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോഴെന്താണ്? ധർമ്മജ്ഞാനാദിവിസ്സഹ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ നേരെ പോയപ്പോൾ ഈ ധർമ്മജ്ഞാനാദികളൊക്കെ എവിടെയാണ് ഇരിക്കാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അവതാരങ്ങളൊക്കെ നമ്മളെ വളരെ വ്യക്തമായിട്ടൊക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് കലോ നഷ്ടദൃശാമേശ പുരാണാർക്കാധുനോദിത തത്ര കീർത്തയതോ വിപ്രഷീർഭൂരിദേശ. അപ്പോൾ എല്ലാം ഭഗവാനിലേക്ക് പോയി എന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ധർമ്മജ്ഞാനാദികളൊക്കെ പോയി എന്ന് വിചാരിക്കാൻ അങ്ങനെയില്ല. കലിയിൽ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാം കലിയിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് പുരാണ അർക്ക അധുന ഉദിത എന്നാണ്. പുരാണമാകുന്ന അർക്കൻ അധുന ഉദിത. അപ്പോൾ പുരാണമാർക്കുന്ന സൂര്യൻ ഇപ്പിതാ ഉദിച്ചു എന്നാണ്. അപ്പോൾ പുരാണാർക്ക അധുനോദിത ഉദിച്ചിട്ട് അപ്പോൾ അതാണ് സാക്ഷാൽ ഭാഗവതം എന്നാണ്. പുരാണമാകുന്ന അർക്കൻ വ്യാസൻ്റെ രൂപത്തിൽ, അതേപോലെ തന്നെ ശുഗൻ്റെ രൂപത്തിൽ സൂതൻ്റെ ഒരു അവതരിച്ചുകൊണ്ടേയിരിക്കും. ദിവസേന അസ്തമയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നത് പോലെ അതങ്ങനെ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നത് അർക്കനാണ്, സൂര്യനാണെന്നാണ്. അപ്പോൾ ആ സൂര്യനായിരിക്കുന്ന ആ സാക്ഷാൽ ആ ഭാഗവതമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വേണം? അതിനെ നേരെ സൂതൻ പറഞ്ഞു. ശൗനകാദി മഹർഷിമാർ പണ്ഡിതന്മാരോട് എന്താ പറഞ്ഞത്? അഹം ച അദ്യഗമം യത്ര നിവിഷ്ടസ്തദനുഗ്രഹാത് സോഹം വസ്രാവയിഷ്യാമി യഥാതീതം യഥാമതീന. അവിടെയാണ് ആ സൂതൻ്റെ മഹത്വം നമ്മൾ കണക്കാക്കുക. എന്താ പറഞ്ഞത്? സോഹം വസ്രാവയിഷ്യാമി. അപ്പോൾ എത്രയാണോ ഞാൻ പഠിച്ചത്, സോഹം വസ്രാവയിഷ്യാമി, ഞാൻ ആ കേട്ടത് എത്ര പഠിച്ചു? ആ കേട്ട് പഠിച്ചത് മാത്രം ഉണ്ടല്ലോ, അത് സോഹം വസ്രാമി യഥാതീതം യഥാമതി. എൻ്റെ മനസ്സിലും എൻ്റെ ബുദ്ധിക്കും എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചോ അത് ഞാൻ പറഞ്ഞു തരാം എന്നേ സൂതൻ പറഞ്ഞുള്ളൂ എന്നാണ്. അതാണ് സൂതൻ്റേതായിരിക്കുന്ന ഒരു ആ വിനയഭാവം. അതാണ് ഗർവവർജനം എന്ന് പറയും. എല്ലാം അറിയാവുന്ന ആളാണ് സൂതൻ. അപ്പോൾ വ്യാസശിഷ്യനായിരിക്കുന്ന സൂതൻ എല്ലാം അറിയാം. അപ്പോൾ ആ സൂതൻ എന്താ പറഞ്ഞത്? സോഹം വസ്രാവയിഷ്യാമി, അതേപോലെ ആയിരിക്കണം എന്നാണ് പറയാം. കാരണം എന്താ? എത്ര ഞാൻ പഠിച്ചു, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അവനൊന്നും അറിയില്ല എന്നർത്ഥം.
അപ്പോൾ എല്ലാം അറിയാം, എനിക്ക് ഞെക്ക ഞാൻ വന്നോളൂ എല്ലാം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. പക്ഷേ സൂതൻ പോലും എന്താ പറഞ്ഞത്? സോഹം വസ്രാവയിഷ്യാമി. എത്രത്തോളം ഞാൻ ആ ശുഗൻ പറയുമ്പോൾ, പരിശുദ്ധിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടോ, എൻ്റെ മനസ്സിൽ കൊള്ളാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ ബുദ്ധിയിലും എല്ലാം കൊള്ളില്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും ഒരു കപ്പാസിറ്റിയാണ്, അതിൻ്റെ അപ്പുറത്ത് കൊള്ളില്ല. അപ്പോൾ എൻ്റെ കപ്പാസിറ്റിക്കും എൻ്റെ മനസ്സിനും എൻ്റെ ബുദ്ധിക്കും ഉള്ളതായിരിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഞാൻ പഠിച്ച എത്രയാണോ അത്രയും ഞാൻ പറഞ്ഞു തരാം, അതിൽ കൂടുതൽ എനിക്കറിയില്ല കേട്ടോ എന്ന് സൂതൻ പറയണം. അതാണ് ആ സൂതൻ്റെ മഹത്വം. അത് ആ സൂതൻ പറഞ്ഞതുകൊണ്ടാണ് നേരെ ഭാഗവതത്തിന് ശ്രേഷ്ഠത. കാരണം ഭാഗവതം വിനയാന്വിതമായിരിക്കുന്ന ഗ്രന്ഥമാണ്. വിനയത്തോടു കൂടിയിട്ട് വിനയാന്വിതമായിട്ട് ശ്രീമദ് ഭാഗവതത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാഗവതത്തിൽ ഗർവവർജനമായി, വാക്യവിജ്ഞാനമായി. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് അതിലെ 3-ാമത്തെ അധ്യായത്തിൽ അവസാനം തന്നെ ശുഗൻ എടുത്ത് പറഞ്ഞത്, സോഹം വസ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. എനിക്ക് എത്ര അറിവുണ്ടോ അത്രയും ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് നേരെ മഹർഷിമാരോട് പറഞ്ഞ് സൂതൻ നേരെ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നതാണ്. അടുത്ത 4-ാമത്തെ അധ്യായം മുതൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് നേരെ ആ ഭാഗവത സത്രം നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സമീപത്ത് തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സമീപത്ത് നേരെ മഹാദേവൻ്റെ സാന്നിധ്യത്തിലാണ് കഥ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയാണല്ലോ. കാരണം ഭഗവാൻ, അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവനാണ്. അതുകൊണ്ടാണ് വൈഷ്ണവാനാം യഥാശംഭു 12-ാം അധ്യായത്തിൽ അങ്ങനെ പറയും, വൈഷ്ണവാനാം യഥാശംഭു. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ശംഭുവാണ്. അതാണ് 12-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞത്, വൈഷ്ണവാനാം യഥാശംഭു. അപ്പോൾ സ്രോതസ്സാം യഥാ ഗംഗ, ഒഴുക്കിൽ നീർപ്രവാഹങ്ങളിൽ ഗംഗ. വിഷ്ണു ഭക്തന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നതാണ് ശംഭു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ആചാര്യൻ, ഞങ്ങളുടെയൊക്കെ ഒരു ആചാര്യൻ പാലേലി തിരുമേനി പറയും, പാലേലി തിരുമേനി അദ്ദേഹം ഇവിടെ പോയിട്ട് കുറേ നാളായി. അപ്പോൾ പാലേലി തിരുമേനി ഇങ്ങനെ പറയും, ഏറ്റവും നല്ല കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാദേവൻ്റെ മുമ്പിൽ പോയിട്ട് നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നവനാണ് ഏറ്റവും നല്ല ശിവഭക്തനാണ്. അപ്പോൾ അതേപോലെ ഏറ്റവും നല്ല ശിവഭക്തനാരാണ്? കൃഷ്ണൻ്റെ മുമ്പിൽ പോയിട്ട് നമശിവായ പറയുന്നവനാണ്. കാരണം അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഭഗവാൻ മഹാദേവനാണല്ലോ, ഇവിടെ ഇരിക്കുന്ന മഹാദേവനാണ്. അപ്പോൾ മഹാദേവൻ്റെ മുമ്പിലേക്ക് വന്ന് യാദൃച്ഛിയാണ്. കാരണം എന്താണ്? വൈഷ്ണവാനാം യഥാശംഭു എന്നാണ്. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഈ മഹാദേവൻ. അതുകൊണ്ടാണ് മഹാദേവൻ്റെ മുമ്പിൽ ഈ ഭാഗവത സത്രവും ഭാഗവത കഥകളൊക്കെ വിസ്തരിച്ച് പറയാനുള്ള ഇടവന്നതും. അപ്പോൾ അതിൽ മഹാദേവനും അതേപോലെ ദേവീദേവന്മാരൊക്കെ തന്നെ സന്തുഷ്ടരാണ്. അത് ഗുരുവായൂരപ്പനും സന്തുഷ്ടമാണ്. കാരണം ആ ശംഭുവിൻ്റെ മുമ്പിലാണ് നമ്മൾ കഥ പറയണത്. അപ്പോൾ ശംഭുവിൻ്റെ കൂടെ ഉള്ള ഗണങ്ങളൊക്കെ കഥ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ പതുക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഇതെല്ലാം പുഷ്പങ്ങളായിട്ട് അങ്ങനെ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാൽപ്പത്തിയൊന്നാമത് അഖില ഭാരത ഭാഗവത സത്രത്തിലെ 1-ാം ദിവസത്തെ മധ്യാഹ്ന സന്ധ്യയെ ധന്യമാക്കിക്കൊണ്ട് ഭാഗവതാചാര്യൻ ശ്രീ ആലപ്പാട്ട് രാമചന്ദ്രൻ അവറുകൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിവിധ